Hello? Yes, ma'am. സോറി കേട്ടോ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? മിസ്സേ കേൾക്കാം. പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ, മിസ്സേ പറയുന്നത് കേൾക്കാം. കേൾക്കാവോ? കേൾക്കാം. ബോർഡ് കാണാൻ പറ്റുന്നുണ്ടോ? ബോർഡ് ലൈറ്റ് ആയിട്ട് കാണും. ഈ ലൈറ്റ് ഓഫ് ആയിട്ട് അറിഞ്ഞ പോലെ കാണും. വൈറ്റ് ആക്കി തരാം. ലൈറ്റ് ആക്കുന്ന നല്ല പ്രശ്നം. ഇല്ല, അതിനകത്തൊരു വെട്ടം കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന്റെ ലൈറ്റ് ഓഫ് ചെയ്താലും ഓഫ് ചെയ്താലും കാണാൻ പറ്റും. ഓക്കെ, കാണാൻ പറ്റും. എഴുതുന്ന കാണാൻ പറ്റും. ഓൺ ചെയ്യും. കാണാൻ കഴിയും. ബോർഡ് കാണാൻ പറ്റുന്നുണ്ടോ? മിസ്സേ കാണാം. അടക്കി ഓക്കെ, കുറച്ച് ലേറ്റ് ആയി പോയി. ഓക്കെ, സോ നമ്മൾ ഇന്ന് സ്ട്രക്ചറൽ അനാലിസിസ് 1ന്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം മറ്റന്നാളാണ് നമ്മുടെ KT യൂണിവേഴ്സിറ്റി എക്സാം അല്ലേ? അപ്പോൾ നിങ്ങൾക്കറിയാം മെയിനായിട്ട് 5 മോഡ്യൂൾസ് ആണുള്ളത്. മോഡ്യൂൾ 1 മെയിൻലി അനാലിസിസ് ഓഫ് ട്രസ് ആണ്. ഇപ്പൊ ട്രസ്സിന്റെ അനാലിസിസ് നമുക്ക് 2 രീതിയിൽ ചെയ്യാം, മെത്തേഡ് ഓഫ് ജോയിന്റും മെത്തേഡ് ഓഫ് സെക്ഷനും. അപ്പോൾ ട്രസ്സിൽ 2 പാർട്ടാണത്, സെക്ഷൻസും ജോയിൻസും. പിന്നെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് മൊമെന്റ് ഏരിയ മെത്തേഡ് ആണ്. അത് ഡിഫ്ലക്ഷനും സ്ലോപ്പും കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് മൊമെന്റ് ഏരിയ മെത്തേഡ്. ഓക്കെ, പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന കാസ്റ്റിഗ്ലിയാനോ തിയറം ആണ്, അതും ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനാണ്. പിന്നെ ഉള്ളത് ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡാണ്, അതും ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്സ് ആണ്. അപ്പോൾ ജനറലി പറയുകയാണെങ്കിൽ 5 പോർഷൻസ് ആണ് മോഡ്യൂൾ 1 5 പോർഷൻസ് ആണ്. അനാലിസിസ് ഓഫ് ട്രസ് യൂസിങ് മെത്തേഡ് ഓഫ് ജോയിന്റ് ആൻഡ് മെത്തേഡ് ഓഫ് സെക്ഷൻ, ദെൻ മൊമെന്റ് ഏരിയ മെത്തേഡ്, ദെൻ ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡ്, ദെൻ കാസ്റ്റിഗ്ലിയാനോ മെത്തേഡ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതെന്ന് പറയുന്നത് മെത്തേഡ് ഓഫ് ജോയിൻസ് ആണ്. ഓക്കെ, അപ്പോൾ മെത്തേഡ് ഓഫ് ജോയിൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ മിക്കവാറും ഓറായിരിക്കും. അതിന് ഓറായിട്ട് ചോദിക്കുന്നത് ഒന്നുകിൽ മൊമെന്റ് ഏരിയ മെത്തേഡോ കാസ്റ്റിഗ്ലിയാനോ ഒക്കെ ആവാം. എന്നിരുന്നാലും ചിലപ്പോൾ മെത്തേഡ് ഓഫ് ജോയിന്റ് ചോദിച്ചില്ലെന്ന് വരാം. ഓക്കെ, മെത്തേഡ് ഓഫ് ജോയിന്റിന് പകരം മൊമെന്റ് ഏരിയ മെത്തേഡിന് ചാൻസ് കൂടുതലാണ്, കാസ്റ്റിഗ്ലിയാനോക്ക് ചാൻസ് കൂടുതലാണ്. മെത്തേഡ് ഓഫ് സെക്ഷൻ നമുക്ക് SC ക്വസ്റ്റ്യനിൽ ചോദിക്കും എന്നുള്ള ചാൻസ് കുറവാണ്, പക്ഷെ അതിന്റെ പ്രൊസീജിയറൊക്കെ ചോദിക്കും. അപ്പോൾ എല്ലാവർക്കും കാണുന്നു എന്ന വിശ്വാസത്തിൽ ഞാൻ മെത്തേഡ് ഓഫ് ജോയിന്റിന്റെ ഒരു പ്രോബ്ലം ചെയ്യാൻ പോവുകയാണ്. ഓക്കെ ആണോ? അപ്പോൾ മെത്തേഡ് ഓഫ് ജോയിന്റിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ചോദിക്കും. ഓക്കെ, അപ്പൊ നമുക്കത് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ യൂഷ്വലി മെത്തേഡ് ഓഫ് ജോയിന്റിന്റെ പ്രത്യേകത, മെത്തേഡ് ഓഫ് ജോയിന്റ് ആണെങ്കിലും മെത്തേഡ് ഓഫ് സെക്ഷൻ ആണെങ്കിലും നിങ്ങൾ സപ്പോർട്ട് റിയാക്ഷൻസ് ആദ്യം തന്നെ കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ ആണല്ലോ? മെത്തേഡ് ഓഫ് ജോയിന്റ് ആണെങ്കിലും മെത്തേഡ് ഓഫ് സെക്ഷൻ ആണെങ്കിലും സപ്പോർട്ട് റിയാക്ഷൻ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും.
അതിനുശേഷം മാത്രമേ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഒരു മെത്തേഡിലോട്ട് പോകുന്നുള്ളൂ. അപ്പോൾ അനാലിസിസ് ഓഫ് ട്രസ് എന്ന് പറയുന്നത് തന്നെ ആക്ച്വലി എന്താണ്, ട്രസ്സിൽ എത്ര മെമ്പർ ഉണ്ടോ അത്രയും മെമ്പറിൽ ഉണ്ടാവുന്ന ഫോഴ്സ് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അനാലിസിസ് ഓഫ് ട്രസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അനാലിസിസ് ഓഫ് ട്രസ്സിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു എന്തൊക്കെ സപ്പോർട്ട് റിയാക്ഷൻ ഉണ്ടോ ആ സപ്പോർട്ട് റിയാക്ഷൻ എല്ലാം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം നിങ്ങൾക്ക് അറിയാം, ലെഫ്റ്റ് ജോയിന്റ് എ ആണെന്നിരിക്കട്ടെ, ലെഫ്റ്റ് ജോയിന്റിൽ ഒരു ഹിഞ്ചാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഹിഞ്ചിൽ രണ്ട് തരത്തിലുള്ള സപ്പോർട്ട് റിയാക്ഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള കഴിവുണ്ട്, ഹൊറിസോണ്ടലും വെർട്ടിക്കലും. പക്ഷേ ഹൊറിസോണ്ടൽ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എക്സ്റ്റേണൽ ഹൊറിസോണ്ടൽ ലോഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഹൊറിസോണ്ടൽ സപ്പോർട്ട് റിയാക്ഷൻ ഡെവലപ്പ് ചെയ്യത്തുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പൊ ഞാൻ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് സപ്പോർട്ട് റിയാക്ഷൻ കാണിച്ചിട്ടുള്ള ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാൻ പോവാണ്. ഓക്കെ, കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നതാണ് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഇനി സപ്പോർട്ട് റിയാക്ഷൻസ് ഞാൻ വരയ്ക്കാം. അപ്പൊ നമുക്കറിയാം ഹൊറിസോണ്ടൽ സപ്പോർട്ട് റിയാക്ഷൻ എവിടെ ഡെവലപ്പ് ചെയ്യത്തില്ല, ജോയിന്റ് എയിൽ ഡെവലപ്പ് ചെയ്യത്തില്ല, കാരണം എക്സ്റ്റേണൽ ഹൊറിസോണ്ടൽ ലോഡ് ഒന്നും തന്നെ ഇവിടെ ഇല്ല. ഇനി നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന സപ്പോർട്ട് റിയാക്ഷന്, ഇത് പോയിന്റ് എ ആണെങ്കിൽ ഇത് ബി എന്ന്, ഇത് പോയിന്റ് ഡി ആയതുകൊണ്ടാണ് ഞാൻ ബി ഡി എന്ന് നൊട്ടേറ്റ് ചെയ്ത്. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, മെക്കാനിക്സിൽ നമുക്ക് 3 ഇക്വേഷൻസ് ഉണ്ട്. മൊമെന്റ് 0 എടുക്കാം, വെർട്ടിക്കൽ ഫോഴ്സിന്റെ സമ്മ് 0 എടുക്കാം, ഹൊറിസോണ്ടൽ ഫോഴ്സിന്റെ സമ്മ് 0 എടുക്കാം. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത്, മൊമെന്റ് എബൌട്ട് എ 0 കൊടുത്താൽ എന്ത് കണ്ടുപിടിക്കാം, വി ഡി നമുക്ക് കണ്ടുപിടിക്കാം. അത് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന സിമ്പിൾ ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം ആണ്. ഓക്കെ, അപ്പൊ ഞാൻ മൊമെന്റ് എബൌട്ട് എ 0 കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ എല്ലാ സപ്പോർട്ട് റിയാക്ഷൻ കണ്ടുപിടിക്കുക. ഇവിടെ വെർട്ടിക്കൽ സപ്പോർട്ട് റിയാക്ഷൻ ഡെവലപ്പ് ചെയ്യും, ഇവിടെയും വെർട്ടിക്കൽ സപ്പോർട്ട് റിയാക്ഷൻ ഡെവലപ്പ് ചെയ്യും. പക്ഷെ എന്ത് സംഭവിക്കും, ഇവിടെ ഹൊറിസോണ്ടൽ സപ്പോർട്ട് റിയാക്ഷൻ ഡെവലപ്പ് ചെയ്യത്തില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്കിത് മിറർ മോഡിലാണോ കാണുന്നത് അതോ ഡയറക്ട്ലി കാണാൻ പറ്റുന്നുണ്ടോ? ഹൃദയ, മിറർ മോഡിലാണോ കാണുന്നത് അതോ നോർമൽ ആയിട്ടാണോ കാണുന്നത്? എങ്ങനെ മിസ്സേ? ജസ്റ്റ് ഡയറക്ട്ലി കാണുന്നുണ്ടോ അതോ ഓപ്പോസിറ്റ് ആണോ കാണിക്കുന്നതെന്നാ ചോദിക്കുന്നത്. ഓ, ഇത് ഇപ്പൊ കുഴപ്പമില്ല, ഡയറക്റ്റ് ആയിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോ ഡയറക്ട്ലി ഞാൻ പോവുകയാണ്. ആദ്യം തന്നെ മൊമെന്റ് എബൌട്ട് എ 0 കൊടുക്കുകയാണ്. മൊമെന്റ് എബൌട്ട് എ 0 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, മൊമെന്റ് എബൌട്ട് എ 0 കൊടുത്താൽ വി ഡി കണ്ടുപിടിക്കാം. അപ്പൊ ഞാൻ പറയാണ്, മൊമെന്റ് എബൌട്ട് എ 0 കൊടുത്താൽ 10 കാരണം ഉണ്ടാകുന്ന മൊമെന്റ് 10 × 3 ആണ്. 20 കാരണം ഉണ്ടാകുന്ന മൊമെന്റ് 20 × 6 ആണ്. ബി ഡി കാരണം ഉണ്ടാകുന്ന ആന്റി ക്ലോക്ക്വൈസ് മൊമെന്റ് ആണ്, അത് 9 × ബി ഡി = 0. അപ്പൊ നമുക്ക് ബി ഡിയുടെ വാല്യൂ എന്ത് കിട്ടും, ബി ഡിയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും, ഇത് 30, ഇത് 120 = 9 ബി ഡി. അപ്പൊ ബി ഡിയുടെ വാല്യൂ എന്ന് പറയുന്നത് 150/9. 150/9 എന്ന് പറയുന്നത് എത്രയായിരിക്കും, 150/9 എന്ന് പറയുന്നത് എത്രയാ, 50/3. അതെന്ന് പറയുന്നത് അത്രയും കിലോ ന്യൂട്ടൺ. ഓക്കെ ആണല്ലോ. അപ്പൊ ഞാനിവിടെ മാർക്ക് ചെയ്തു, ബി ഡിയുടെ വാല്യൂ എന്താണ്, 50/3. ഇത് നമുക്കറിയാം, വി ഡി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കണ്ടുപിടിക്കാം, ബി എ കണ്ടുപിടിക്കാം. എങ്ങനെയാണ്, വെർട്ടിക്കൽ ഫോഴ്സിന്റെ സമ്മ് 0 കൊടുത്താൽ മതി. സോ വെർട്ടിക്കൽ ഫോഴ്സിന്റെ സമ്മ് ഞാൻ 0 കൊടുക്കാൻ പോവാണ്. സോ സിഗ്മ വി = 0 കൊടുത്താൽ 10 താഴോട്ടുണ്ട്, 20 താഴോട്ടുണ്ട്, ബി എ മുകളിലോട്ടുണ്ട്. ബി ഡിയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്, 50/3. അപ്പൊ നമുക്ക് അതിൽ നിന്നും എന്ത് കണ്ടുപിടിക്കാം, ബി എ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പൊ എന്ത് വരും, ബി എ = 30 - 50/3 എത്ര വരും, 90 - 50 എന്ന് പറയുന്നത് 40 ആണ്. 90 - 40 that is 40/3, അത്രയും കിലോ ന്യൂട്ടൺ. അപ്പോൾ ബി എയുടെ വാല്യൂ എന്താണ്, 40/3.
അപ്പൊ നമ്മുടെ സപ്പോർട്ട് റിയാക്ഷൻ എല്ലാം നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് മെത്തേഡ് ഓഫ് ജോയിന്റ് ആണെങ്കിലും മെത്തേഡ് ഓഫ് സെക്ഷൻ ആണെങ്കിലും എന്ത് കണ്ടുപിടിക്കണം? സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിക്കുക. ഓക്കെ, ഇത് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അനലൈസ് ചെയ്യാൻ ഞാൻ എന്താ ചെയ്യാൻ പോണത്? മെത്തേഡ് ഓഫ് ജോയിന്റിന്റെ പ്രത്യേകത, ഓരോ ജോയിന്റും സെപ്പറേറ്റ് എടുത്ത് അവിടെ 2 ഇക്വിലിബ്രിയം കണ്ടീഷൻസ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ആ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഹൊറിസോണ്ടൽ ഫോഴ്സസിന്റെ സമ്മ് 0യും വെർട്ടിക്കൽ ഫോഴ്സിന്റെ സമ്മ് 0. അപ്പൊ ഏതൊരു ജോയിന്റ് എടുത്താലും ഈ 2 ഇക്വേഷൻസ് മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആ ഫോഴ്സസ് നമുക്ക് കാണാൻ സാധിക്കും. ക്യാമറ സൂം ചെയ്യാനല്ലേ? അപ്പൊ കാണാവോ? ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ആണോ? കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഫൈൻ. കാണാൻ പറ്റുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവുകയാണ്. അപ്പൊ നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? ഇവിടെ എത്ര മെമ്പേഴ്സ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9 മെമ്പേഴ്സ് ഉണ്ട്. 9 മെമ്പേഴ്സ് ഉണ്ട് എന്നതിൽ ഡൗട്ട് ഇല്ല. ഓക്കെ, അപ്പൊ 9 മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഏത് ജോയിന്റിൽ നിന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. മെത്തേഡ് ഓഫ് ജോയിന്റിന്റെ പ്രത്യേകത, ഏത് ജോയിന്റിൽ നിന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ജോയിന്റ് ഡിയിൽ നിന്നാണ്. അപ്പൊ നമുക്കറിയാം ഏത് ജോയിന്റ് എടുത്താലും അവിടെ 2 ഇക്വിലിബ്രിയം കണ്ടീഷനെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. വെർട്ടിക്കൽ ഫോഴ്സിന്റെ സമ്മ് 0യും ഹൊറിസോണ്ടൽ ഫോഴ്സിന്റെ സമ്മ് 0യും. അപ്പൊ ഞാൻ ജോയിന്റ് ഡി എടുത്തു. ജോയിന്റ് ഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം ഒന്ന് വരയ്ക്കാണ് കേട്ടോ. ജോയിന്റ് ഡി ആണ്. ജോയിന്റ് ഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം എങ്ങനെ വരും? ഓക്കെ ആണല്ലോ? ഇത്രയാണ് ഫ്രീ ബോഡി ഡയഗ്രാം. ഇനി എനിക്ക് കണ്ടുപിടിക്കേണ്ട ഫോഴ്സസിന്റെ പേര് ഞാൻ എഴുതാൻ പോവാണ്. ഈ ഫോഴ്സിന്റെ പേര്, ഇയാളുടെ പോയിന്റ് ഡി ആണ്, ഈ പോയിന്റ് സി ആണ്. എ ബി സി ഡി ഇ ആൻഡ് എഫ്. അപ്പൊ ഞാനിവിടെ എഴുതാൻ പോകുന്നത് ഈ മെമ്പറിന്റെ പേര് എന്തായിരിക്കും? എഫ് സി ഡി എന്നോ എഫ് ഡി സി എന്നോ എനിക്ക് വിളിക്കാം. ഓക്കെ, അപ്പൊ ഇയാളുടെ പേര് എഫ് സി ഡി എന്ന് ഞാൻ കൊടുത്തു. ഓക്കെ ആണല്ലോ? ഇനി ഇയാളുടെ പേര് എഫ് എഫ് ഡി എന്നോ എഫ് ഡി എഫ് എന്നോ ഇഷ്ടമുള്ള പോലെ കൊടുക്കാം. അപ്പോൾ എഫ് എഫ് ഡി. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ ആംഗിൾ 45 ഡിഗ്രിയാണ്. കാര്യം എന്താണ്? ടാൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ആണ്. ഓപ്പോസിറ്റ് സൈഡും അഡ്ജസന്റ് സൈഡും സെയിം ആണെങ്കിൽ തീറ്റയുടെ വാല്യൂ 45 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ 45 എന്ന് എഴുതാം. അതിന് നമുക്ക് എഫ് സി ഡിയും കണ്ടുപിടിക്കണം, എഫ് ഡിയും കണ്ടുപിടിക്കണം. അതിന് നമുക്ക് 2 ഇക്വേഷൻസുകളിൽ എന്താണ്? വെർട്ടിക്കൽ ഫോഴ്സിന്റെ സമ്മ് 0 കൊടുക്കുക, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഫോഴ്സിന്റെ സമ്മ് 0 കൊടുക്കുക. അപ്പൊ ഇതിൽ ആദ്യം ഏത് ഇക്വേഷൻ എടുക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം. നോക്കിക്കേ, ഇവിടെ എത്ര വെർട്ടിക്കൽ മെമ്പേഴ്സ് ഉണ്ട്? ഈ സപ്പോർട്ട് റിയാക്ഷൻ ഒരു വെർട്ടിക്കൽ മെമ്പർ ആണ്. അതുപോലെ ഈ എഫ് സി ഡി എന്ന് പറയുന്ന ഇൻക്ലൈൻഡ് മെമ്പറിന് എന്തുണ്ട്? ഒരു വെർട്ടിക്കൽ കമ്പോണന്റും ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റും ഉണ്ട്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇവിടെ വെച്ച് തന്നെ നമ്മൾ അതിന്റെ സൈൻ ഡിസൈഡ് ചെയ്യാൻ പോവാണ്. ഇവിടെ ആകെ കൂടെ 2 തരത്തിലുള്ള ഫോഴ്സേ ഉള്ളൂ. ഒന്നുകിൽ ടെൻസൈൽ ഫോഴ്സ് അല്ലെങ്കിൽ കംപ്രസീവ് ഫോഴ്സ്. നമുക്കറിയാം ടെൻസൈൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ജോയിന്റിൽ നിന്ന് പോകുന്ന ഫോഴ്സ് ആണ് ടെൻഷൻ എങ്കിൽ, ഒരു ജോയിന്റിലോട്ട് വരുന്ന ഫോഴ്സ് ആണ് കംപ്രഷൻ. ഓക്കെ ആണോ? അപ്പൊ നമുക്കറിയാം, നോക്കിക്കേ, ഇവിടെ 2 വെർട്ടിക്കൽ ഫോഴ്സേ ഉള്ളൂ. ഒന്ന് ഈ സപ്പോർട്ട് റിയാക്ഷനും ഈ ഇൻക്ലൈൻഡ് മെമ്പറിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ്. അപ്പൊ ഞാൻ പറയാണ്, സിഗ്മ ബി 0 കിട്ടണമെങ്കിൽ, വെർട്ടിക്കൽ ഫോഴ്സിന്റെ സമ്മ് 0 കിട്ടണമെങ്കിൽ, ഇയാള് മുകളിലോട്ടാണെങ്കിൽ ഈ ഇൻക്ലൈൻഡ് മെമ്പറിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് താഴോട്ടായിരിക്കണം. ഓക്കെ ആണോ? ഞാൻ ഒന്നുകൂടെ പറയാം. ഇവിടെ ഈ 50/3 മുകളിലോട്ട് വരണമെങ്കിൽ ഈ ഇൻക്ലൈൻഡ് മെമ്പറിന്റെ വെർട്ടിക്കൽ മെമ്പർ എങ്ങോട്ടായിരിക്കണം? താഴോട്ടായാൽ മാത്രമേ സിഗ്മ ബി 0 എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇയാളുടെ ഡയറക്ഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞല്ലോ. എഫ് സി ഡി ഡയറക്ഷൻ കംപ്രഷൻ ആണെന്ന് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത ആളുടെ സൈൻ കൂടെ ഫിക്സ് ചെയ്തിട്ട് ഞാൻ അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ കണ്ടുപിടിക്കും. നോക്കിക്കേ, ഇവിടെ 2 ഹൊറിസോണ്ടൽ ഫോഴ്സേ ഉള്ളൂ. ആരൊക്കെയാണ്? എഫ് എഫ് ഡി ഒരു പ്യുവർ ഹൊറിസോണ്ടൽ മെമ്പർ ആണ്. അതുപോലെ എഫ് സി ഡിയുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് റൈറ്റിലുണ്ട്. ഇതാണ് എഫ് സി ഡി എന്ന് പറയുന്ന ഇൻക്ലൈൻഡ് മെമ്പർ എങ്കിൽ അയാളുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് റൈറ്റിലോട്ടായിരിക്കും. ആണോ? അപ്പോൾ ഇയാളുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് റൈറ്റിലോട്ട് ആവണമെങ്കിൽ
സിഗ്മ എച്ച് 0 വരണമെങ്കിൽ ഈ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ലെഫ്റ്റിലായിരിക്കണം. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടിന്റെ ഡയറക്ഷൻ കിട്ടിക്കഴിഞ്ഞു. ഇനി മാഗ്നിറ്റ്യൂഡ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ ആണല്ലോ. മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? സിഗ്മ വി 0 കൊടുക്കാം. സിഗ്മ വി 0 കൊടുക്കുമ്പോൾ എന്തൊക്കെയുണ്ട്? 50/3 മുകളിലോട്ടുണ്ട് അല്ലെ? 50/3 മുകളിലോട്ടുണ്ട്. എഫ് സി ഡിയുടെ ഏത് കമ്പോണന്റ് ആണ്? വെർട്ടിക്കൽ കമ്പോണന്റ് ആണ് താഴോട്ട്. ഇവിടെ 45 ആണെങ്കിൽ ഉള്ള വെർട്ടിക്കൽ കമ്പോണന്റ് എഫ് സി ഡിയുടെ എന്തായിരിക്കും? sin 45 ആയിരിക്കും. sin 45 ഈക്വൽ ടു 0. ഓക്കെ ആണല്ലോ. അപ്പൊ എഫ് സി ഡി നമുക്ക് എന്ത് കിട്ടും? 50/3 ഡിവൈഡഡ് ബൈ sin 45 എന്ന് പറയുന്നത് 1/√2 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ പറയാം. ഇപ്പോ 23.57 ആണ് കിട്ടുന്നത്. അപ്പൊ ഇത് 23.57. അപ്പൊ ഞാൻ ഇവിടെ തന്നെ എളുപ്പത്തിന് വേണ്ടി ഞാൻ അപ്പൊ തന്നെ മാർക്ക് ചെയ്ത് വെക്കുകയാണ്. എന്താണ്? ഇയാള് സി ഡി അല്ലേ? സി ഡി കംപ്രഷൻ ആണ്. ഇയാളുടെ വാല്യൂ എന്താണ്? 23.57 കിലോ ന്യൂട്ടൺ. ഓക്കെ ആണോ? ഇനി നമുക്ക് ആരെ കിട്ടാനുള്ളൂ? എഫ് എഫ് ഡി മാത്രമേ കിട്ടാനുള്ളൂ. ഓക്കെ, അപ്പോ എഫ് എഫ് ഡി കിട്ടാൻ എന്ത് ചെയ്യണം? ഹൊറിസോണ്ടൽ ഫോഴ്സസിന്റെ സമ്മ് 0 എന്ന് കൊടുക്കണം. അപ്പൊ സിഗ്മ എച്ച് 0 കൊടുക്കാമല്ലോ. സിഗ്മ എച്ച് 0 കൊടുക്കുമ്പോൾ എന്ത്? എഫ് എഫ് ഡിയുടെ ഡയറക്ഷൻ ലെഫ്റ്റിലോട്ട് ആയതുകൊണ്ട് അത് മൈനസ് കൊടുക്കണം. ഇനി എഫ് സി ഡിയുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എങ്ങോട്ടായിരിക്കും? റൈറ്റിലോട്ടായിരിക്കും. സോ പ്ലസ് എഫ് സി ഡിയുടെ കോസ് 45 ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് അതിൽ നിന്നും ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എഫ് എഫ് ഡിയുടെ ന്യൂമറിക്കൽ വാല്യൂ മാത്രമേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ. ന്യൂമറിക്കൽ വാല്യൂ മാത്രമേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ എഫ് എഫ് ഡിയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടുമെന്ന് വെച്ചാൽ കിലോ ന്യൂട്ടൺ. 16.67. അപ്പൊ ഇത് കംപ്രഷൻ ആണോ ടെൻഷൻ ആണോ? എവേ ഫ്രം ദ ജോയിന്റ് ആൻഡ് ടെൻഷൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ ജോയിന്റ് എടുത്തു. ഈ രണ്ട് മെമ്പറും കണ്ടുപിടിച്ചു. സപ്പോസ് ഈ തന്നിരിക്കുന്ന ലോഡ് എല്ലാം സിമിട്രിക് ആണെങ്കിൽ ഈ രണ്ട് മെമ്പറിൽ ഉണ്ടാവുന്ന ഫോഴ്സ് തന്നെയായിരിക്കും ലെഫ്റ്റ് എൻഡിൽ ഉണ്ടാവുന്ന ഈ രണ്ട് മെമ്പേഴ്സ്. പക്ഷെ എന്താണ് ഈ കേസിൽ ഇത് സിമിട്രിക് അല്ലാത്തതുകൊണ്ട് ഓരോ ജോയിന്റ് സെപ്പറേറ്റ് എടുക്കണം. ഓക്കെ, ഇനി ഞാനൊരു ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. നമ്മൾ എല്ലാ ജോയിന്റും എടുത്ത് സമയം കളയേണ്ട കാര്യമില്ല. ചില ജോയിന്റ് കണ്ടാൽ തന്നെ നമുക്ക് അയാളുടെ വാല്യൂ സൈനും അറിയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ജോയിന്റ് എഫ് എടുക്കുക. ജോയിന്റ് എഫിൽ എന്താ സംഭവിക്കുന്നത്? ജോയിന്റ് എഫ് എടുക്കുമ്പോൾ ആകെ കൂടെ ഒരു വെർട്ടിക്കൽ കമ്പോണന്റേ ഉള്ളൂ. ആരാണ്? സി ഡി എന്ന് പറയുന്ന സി എഫ് എന്ന് പറയുന്ന വെർട്ടിക്കൽ കമ്പോണന്റ്. അയാൾക്ക് തടയാൻ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് അയാളുടെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. മനസ്സിലായോ? നമ്മുടെ മെത്തേഡ് ഓഫ് ജോയിന്റിൽ എന്താ പറയുന്നത്? ഏതൊരു ജോയിന്റ് എടുത്താലും ആ ജോയിന്റിൽ ഉണ്ടാകുന്ന സിഗ്മ വി 0യും സിഗ്മ എച്ച് 0 എന്ന് പറയുന്ന രണ്ട് കമ്പോണൻസ് സാറ്റിസ്ഫൈ ചെയ്യണമെന്നാണ്. അപ്പൊ ജോയിന്റ് എഫ് എടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വെർട്ടിക്കൽ മെമ്പർ ഒരാൾ മാത്രമേ ഉള്ളൂ. അയാൾക്ക് സപ്പോർട്ടായിട്ട് ഒരു ഫോഴ്സോ ലോഡും ഒന്നും തന്നെ ഇല്ല. സപ്പോസ് ഇവിടെ വേറൊരു വെർട്ടിക്കൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ പോലും ഇയാൾ 0 ആവത്തില്ലായിരുന്നു. വേറെ വെർട്ടിക്കൽ ഫോഴ്സ് ഇല്ലാത്തതുകൊണ്ട് ഇയാൾ 0 ആണ്. ഇനി നമുക്ക് ജോയിന്റ് എഫ് എടുക്കുമ്പോൾ രണ്ട് ഹൊറിസോണ്ടൽ ഫോഴ്സസേ ഉള്ളൂ. അത് കണ്ടാൽ തന്നെ നമുക്കറിയാം ഈ വാല്യൂ എന്താണോ അത് തന്നെയായിരിക്കും ഇവിടെയും. കാര്യം എന്താണ്? ഇവര് രണ്ടുപേരും മാത്രമേ എന്തായിട്ടുള്ളൂ? ഹൊറിസോണ്ടൽ ഫോഴ്സസ് ആയിട്ടുള്ളൂ. പക്ഷെ നമ്മൾ സ്റ്റെപ്പ് എഴുതുമ്പോൾ എല്ലാ സ്റ്റെപ്പും ചെയ്യണം. പക്ഷെ എന്ത് ചെയ്താൽ മതി? നമുക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി, അതായത് ഈ ജോയിന്റ് എടുക്കുമ്പോൾ ഇവര് രണ്ടുപേരും മാത്രമേ ആരുള്ളൂ? ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം? ഈ രണ്ടുപേരും ഈക്വൽ ആണ്. ഇയാൾ ടെൻഷൻ ആണെങ്കിൽ ഇയാളും ടെൻഷൻ തന്നെ ആയിരിക്കും. അപ്പൊ ഇതൊക്കെ ഷോർട്ട് കട്ട് ആണ്. നമുക്ക് സമയം ലാഭിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എനിക്ക് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്തു പോവാം. നമ്മൾ വാല്യൂ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ സ്റ്റെപ്പും ഉണ്ടോ എന്നല്ല നോക്കുന്നത്. ലാസ്റ്റ് ആ ടാബുലർ കോളത്തിൽ എല്ലാ വാല്യൂസും ഡയറക്ഷനും ഉണ്ടോ എന്നാണ് നോക്കുന്നത്. സോ നിങ്ങൾക്ക് ഇത് സമയം ലാഭിക്കാൻ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് ചെയ്തു പോവാം. ഓക്കെ, ഇനി നമുക്ക് വേറെ ഒരു ജോയിന്റിലും നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റത്തില്ല. കാര്യം എന്താണ്? വേറെ ഒന്നിലും എല്ലാത്തിലും രണ്ടിലധികം മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് അത് പറയാൻ പറ്റില്ല. ഇനി നമ്മൾ നേരെ ജോയിന്റ് എയിലോട്ട് പോവാം. ജോയിന്റ് എയുടെ ഫ്രീ ബോഡി ഡയഗ്രം ഞാൻ വരയ്ക്കുകയാണ്. ജോയിന്റ് എയുടെ ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കാൻ പോവാം.
ഓക്കെ, അപ്പൊ ജോയിന്റ് എ എന്ന് പറഞ്ഞാല് ജോയിന്റ് എയിൽ എന്തൊക്കെയുണ്ട്? സപ്പോർട്ട് റിയാക്ഷൻ 40/3 മുകളിലോട്ടുണ്ട് അല്ലെ. ഇനി എന്തുണ്ട്? ഈ മെമ്പറിന്റെ പേര് ഞാൻ FAB എന്ന് കൊടുക്കുകയാണ്. അപ്പൊ അതിൽ തെറ്റില്ലല്ലോ, FAB എന്നോ BA എന്നോ കൊടുക്കാം. ഈ മെമ്പറിന്റെ പേര് FAE ആണ്. അത് പ്യുവർലി ഹൊറിസോണ്ടൽ ആണ്. ഞാൻ വരച്ചതിൽ ചെറിയ പ്രശ്നമാണ്. പ്യുവർലി എന്താണത്? ഹൊറിസോണ്ടൽ ആണ്. പഴയതുപോലെ തന്നെ എങ്ങനെ ഡയറക്ഷൻ ഫിക്സ് ചെയ്യാം? ഡയറക്ഷൻ ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ആംഗിൾ 45 ആണെന്ന് നമുക്കറിയാം. ഇവിടെ രണ്ട് വെർട്ടിക്കൽ കമ്പോണന്റേ ഉള്ളൂ. ഇയാള് FABയുടെ വെർട്ടിക്കൽ കമ്പോണന്റ്. അപ്പൊ ഈ വെർട്ടിക്കൽ കമ്പോണന്റിന്റെ ഡയറക്ഷൻ മുകളിലോട്ടാണെങ്കിൽ ഈ ഇൻക്ലൈൻഡ് മെമ്പറിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് താഴോട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ ഡയറക്ഷൻ താഴോട്ടായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഹൊറിസോണ്ടൽ ഫോഴ്സസിന്റെ കേസ് എടുക്കുമ്പോൾ രണ്ട് ഹൊറിസോണ്ടൽ ഫോഴ്സസേ ഉള്ളൂ. ആരൊക്കെയാണ്? FAE എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ കമ്പോണന്റും FABയുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ്. അപ്പൊ നമുക്കറിയാം FABയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അങ്ങനെയാണെങ്കിൽ FABയുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ലെഫ്റ്റിലോട്ടായിരിക്കും. FABയുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ലെഫ്റ്റിലോട്ടാണെങ്കിൽ FAE എങ്ങോട്ടായിരിക്കും? റൈറ്റിലോട്ടായാൽ മാത്രമേ σH0 കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് ഡയറക്ഷൻ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് അതിന് എന്തിന്റെ സഹായം എടുക്കാം? σV0. σV0 വരുമ്പോൾ എന്ത് വരും? 40/3 മുകളിലോട്ടുണ്ട്, താഴോട്ട് ആരുണ്ട്? FABയുടെ വെർട്ടിക്കൽ എടുക്കുമ്പോൾ sin 45 അല്ലേ. അപ്പൊ നമുക്കതിൽ നിന്നും FAB വാല്യൂ കിട്ടും. അപ്പൊ ആ വാല്യൂ എന്താന്ന് ഞാൻ നോക്കി പറയാം. FABയുടെ വാല്യൂ 18.85 ആണ് കിട്ടുന്നത്. അപ്പൊ FAB ടെൻഷൻ ആണോ കംപ്രഷൻ ആണോ എന്ന് ചോദിച്ചാൽ ടുവേർഡ്സ് ദ ജോയിന്റ് ആയതുകൊണ്ട് ഇത് കംപ്രഷൻ ആണ്. സോ FAB എന്ന് പറയുന്നത് കംപ്രഷൻ ആണ്. കംപ്രഷന്റെ വാല്യൂ എത്രയാ? 18.85. ഓക്കെ ആണോ? അടുത്ത ജോയിന്റ് എയിൽ തന്നെ σH0 കൊടുത്താലേ FAE കിട്ടത്തുള്ളൂ. σH0 കൊടുക്കുമ്പം എന്തൊക്കെ വരും? FABയുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ലെഫ്റ്റിലോട്ടും FAE റൈറ്റിലോട്ട് മൈനസ് FABയുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ cos θ ആണ്. cos 45. അപ്പൊ FABയുടെ വാല്യൂ FAE കണ്ടുപിടിക്കണം അല്ലെ. FAE വാല്യൂ പറയാം. (13.33) ആണ് വാല്യൂ. അപ്പൊ ഇത് കംപ്രഷൻ ആണോ ടെൻഷൻ ആണോ? FAE കംപ്രഷൻ ആണോ ടെൻഷൻ ആണോ? എവേ ഫ്രം ദ ജോയിന്റ് ആണ്. സോ അത് കംപ്രഷൻ ആണ്. ഓക്കെ, കംപ്രഷൻ എന്ന് പറഞ്ഞാൽ ടുവേർഡ്സ് ദ ജോയിന്റ് എത്രയാണ്? 13.33. എഗെയിൻ നിങ്ങൾ നോക്കിക്കേ, ഇനി നമുക്ക് ജോയിന്റ് എടുത്താലും പറയാൻ പറ്റത്തില്ല കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഏതൊക്കെ മെമ്പേഴ്സാണ് കണ്ടുപിടിക്കേണ്ടത്? ഇയാള്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ഏത് ജോയിന്റ് എടുക്കാം? ഏത് ജോയിന്റ് എടുത്താൽ കൂടുതൽ മെമ്പേഴ്സ് കിട്ടും? ഇയാൾ എടുത്താൽ 2 അൺനോണേ ഉള്ളൂ, കണ്ടുപിടിക്കാൻ പറ്റും. ഇയാൾ എടുത്താൽ 2 അൺനോണേ ഉള്ളൂ, കണ്ടുപിടിക്കാൻ പറ്റും. ഇയാൾ എടുത്താലും അൺനോൺസ് 2 പേരേ ഉള്ളൂ. പക്ഷെ ഇൻക്ലിനേഷൻ കുറഞ്ഞത് ഇയാളാണ്. ഇവിടെ ഒരു ഇൻക്ലൈൻഡ് മെമ്പർ ഉള്ളതുകൊണ്ട് ഇത് എടുക്കുന്നതാണ് നല്ലത്. അപ്പൊ നമുക്ക് ഏതെടുക്കാം? ജോയിന്റ് ഇ എടുക്കാം. ജോയിന്റ് ഇ. എനിക്കറിയാം കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോവുകയാണ്, കാരണം 1 അവറിൽ 5 മോഡ്യൂളും തീർക്കാനുണ്ട്. അപ്പോൾ ബേസിക്കിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ കുറച്ചെങ്കിലും പഠിച്ചിട്ടുള്ളവർക്ക് ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ജോയിന്റ് ഇയുടെ ഫ്രീ ബോഡി ഡയഗ്രം ഞാൻ വരയ്ക്കാൻ പോവാണ്. ജോയിന്റ് ഇ എങ്ങനെ വരും? ഇനി ഓരോ മെമ്പേഴ്സിന്റെ പേര് ഞാൻ എഴുതുകയാണ്. ഇയാളുടെ പേര് വന്നിട്ട് EF ആണ് അല്ലെ. അത് നമുക്ക് കിട്ടിയോ ഇല്ലയോ? അത് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ടെൻഷൻ ആണ് 16.67. ഓക്കെ, ഇനി ഈ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. FAE കിട്ടി. FAE എന്ന് പറഞ്ഞാൽ എന്താണ്? കംപ്രഷൻ ആണ്. കംപ്രഷന്റെ വാല്യൂ 13.33. ഈ മെമ്പറിന്റെ പേര് എന്താണ്? FBE അല്ലെങ്കിൽ EB. ഈ മെമ്പറിന്റെ പേര് FEC. ഓക്കെ, ഇനി നമുക്ക് ഇവരെ എങ്ങനെ കണ്ടുപിടിക്കാം? ചോദിച്ചാൽ 4 മെമ്പേഴ്സ് ഉണ്ടെങ്കിലും 2 പേരെ അൺനോൺ ഉള്ളൂ.
അപ്പൊ ആ രണ്ടുപേരെ കണ്ടുപിടിക്കാൻ സിഗ്മ V0 എടുക്കാം, സിഗ്മ H0 എടുക്കാം. ഓക്കെ. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഒന്നിലധികം മെമ്പേഴ്സ് ഒരേ സമയത്ത് അൺനോൺ ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒന്നുകിൽ നമുക്ക് രണ്ടുപേരെയും ടെൻഷനായിട്ട് അസ്യൂം ചെയ്യാം. നമ്മൾ ഏറ്റവും എളുപ്പം ചെയ്യുന്നത് നമുക്ക് അറിഞ്ഞൂടാത്ത, അതായത് ഒന്നിലധികം മെമ്പേഴ്സ് ഒരു ജോയിന്റിൽ അൺനോൺ ആയിട്ട് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ടെൻഷനായിട്ട് അസ്യൂം ചെയ്യും. എന്നിട്ട് ആ ഉള്ള ഡയറക്ഷൻ വെച്ച് നമ്മൾ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കും. മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുമ്പോൾ മൈനസ് വാല്യൂ ആണ് കിട്ടുന്നെങ്കിൽ അതിനർത്ഥം എന്താണ്? നമ്മൾ ഏത് മെമ്പറിനാണോ ടെൻഷൻ കൊടുത്ത് ആ മെമ്പർ നമുക്ക് മൈനസ് ആണ് കിട്ടിയത്. ദാറ്റ് മീൻസ് അയാൾ കംപ്രഷനിലായിരുന്നു എന്നാണ് അതിനർത്ഥം. നമുക്ക് ആ ഒരു മെത്തേഡേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് സൈൻ ഒക്കെ നോക്കി ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ചെക്ക് ചെയ്യേണ്ടി വരും. അത് ആക്ച്വലി അത് ചെയ്യാൻ പറ്റും. ഭയങ്കര ചെയ്ത് പ്രാക്ടീസ് ഉള്ളവർക്ക് അത് ഓക്കെയാണ്. അല്ലാത്തവർ ചെയ്യേണ്ടത് രണ്ടിനെയും ടെൻഷനായിട്ട് അസ്യൂം ചെയ്യും. ഓക്കെ, അപ്പൊ ഞാൻ ചെയ്യാൻ പോണേ രണ്ടിനെയും ടെൻഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? എവേ ഫ്രം ദ ജോയിന്റ് ആയിട്ടാണ് അസ്യൂം ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഇയാളെയും ടെൻഷനായിട്ട് ഞാൻ അസ്യൂം ചെയ്യാണ്. അസ്യൂം ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യും? ഇനി മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുമ്പോൾ ഈ രണ്ടും ചിലപ്പോൾ മൈനസ് കിട്ടാം, ചിലപ്പോൾ രണ്ടും പ്ലസ് കിട്ടാം, ചിലപ്പോൾ ഒന്നും മൈനസും പ്ലസും കിട്ടാം. അത് നമുക്ക് ചെയ്യുമ്പോഴേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ ആദ്യം എടുക്കുമ്പോഴാണ് പോകുന്നത് വെർട്ടിക്കൽ കമ്പോണൻസ് എടുക്കാൻ പോവുകയാണ്. വെർട്ടിക്കൽ കമ്പോണൻസ് എടുക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ രണ്ട് വെർട്ടിക്കലും എന്താണ്? അൺനോൺ ആണ്. അപ്പൊ ആ രണ്ടുപേരെയും ആദ്യം എടുത്താൽ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ നമ്മൾ സിഗ്മ H0 തന്നെ കൊടുക്കണം. സിഗ്മ H0 കൊടുക്കുമ്പോൾ 4 മെമ്പറും കയറി വരുമെന്നേ ഉള്ളൂ. ഓക്കെ, 4 മെമ്പേഴ്സും വരെ. അപ്പൊ 2 ഇക്വേഷൻസ് വരെ, 2 ഇക്വേഷൻ സോൾവ് ചെയ്തെടുക്കാം. സിഗ്മ H0 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സിഗ്മ H0 കൊടുക്കുമ്പോൾ FA റൈറ്റിലോട്ടാണ്. അപ്പൊ റൈറ്റിലോട്ടുള്ള ഹൊറിസോണൽ കമ്പോണന്റ് പ്ലസ് ആണ് നമ്മൾ എടുക്കാറുള്ളത്. സോ പ്ലസ് 13.33 വരും. ഇനി FEF എങ്ങോട്ടാണ്? റൈറ്റിലോട്ടാണ്. അപ്പൊ അത് പ്ലസ്. ഇനി FBEക്ക് എന്തില്ല? ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഇല്ല. ഇനി FEC നമ്മൾ അസ്യൂം ചെയ്തത് എങ്ങോട്ടാണ്? ടെൻഷനാണ്. ടെൻഷനാണെങ്കിൽ ഇതാണ് FEC എങ്കിൽ ഇയാളുടെ ഹൊറിസോണൽ കമ്പോണന്റ് റൈറ്റിലോട്ടായിരിക്കും. എന്ന് പറയുമ്പോൾ എന്താണ്? പ്ലസ് FECയുടെ കോസ് 45 എന്ന് പറയുന്നത് 1/√2 ആണ്. ഞാൻ ഇങ്ങനെ എഴുതി. ഇപ്പൊ നോക്കിക്കേ, നമ്മൾ ഈ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ എന്തായാലും FECയുടെ വാല്യൂ മൈനസ് കിട്ടും. ദാറ്റ് മീൻസ് എന്താണ്? ഞാൻ അസ്യൂം ചെയ്ത ടെൻഷൻ അല്ല ശരിക്കുള്ള അയാളുടെ ഡയറക്ഷൻ മൈനസ് ആയിരുന്നു. അപ്പൊ നമുക്ക് സൈൻ മാറ്റി മൈനസ് ആക്കണം. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ചെയ്യുമ്പോൾ എനിക്ക് FEC വാല്യൂ ഞാൻ എന്താ കിട്ടിയെന്ന് എഴുതാം. FEC വാല്യൂ നമുക്ക് എന്താ കിട്ടിയെന്ന് ഞാൻ പറയാം. .69 ആണത്. മൈനസ് ആണ് കിട്ടുന്നത്. മൈനസ് എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ FECക്ക് പ്ലസ് ആണ്, അതായത് ടെൻഷനാണ് അസ്യൂം ചെയ്തത്. പക്ഷെ അയാളുടെ ശരിക്കുള്ള വാല്യൂ കംപ്രഷൻ ആയിരുന്നു എന്നാണ് അർത്ഥം. അപ്പൊ അത് കംപ്രഷനാണ്. അപ്പൊ ഞാൻ ആ സൈൻ മാറ്റി എന്താക്കുകയാണ്? കംപ്രഷൻ ആക്കണം. അപ്പൊ ശരിക്കുള്ള സൈൻ വന്നിട്ട് കംപ്രഷൻ ആയിരുന്നു. മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? അപ്പം വെർട്ടിക്കൽ കമ്പോണന്റ് കിട്ടി. ഇനി FEC കിട്ടിക്കഴിഞ്ഞാൽ സിഗ്മ V0 കൊടുത്താൽ ആകെ കൂടെ 2 വെർട്ടിക്കൽ കമ്പോണന്റേ ഉള്ളൂ, ഇയാളും. ഓക്കെ, അപ്പോ സിഗ്മ V0 കൊടുക്കുകയാണ്. അപ്പൊ എന്തുവരും? വെർട്ടിക്കൽ ഫോഴ്സിന്റെ സമ്മ് 0 കൊടുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച്, FECയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അങ്ങനെയാണെങ്കിൽ FECയുടെ വെർട്ടിക്കൽ കമ്പോണന്റ് താഴോട്ടായിരിക്കത്തില്ലേ? ഉറപ്പായിട്ടും താഴോട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ മൈനസ് FECയുടെ വെർട്ടിക്കൽ കമ്പോണന്റ് സൈൻ 45 ആണ്. അപ്പൊ ഇയാള് താഴോട്ടാണെങ്കിൽ ഈ FB ഉറപ്പായിട്ടും മുകളിലോട്ടായിരിക്കും. കാരണം ഇയാൾ മുകളിലോട്ട് ഇയാൾ താഴോട്ടാണെങ്കിൽ സിഗ്മ V0 ആവത്തുള്ളൂ. പ്ലസ് FB പ്യൂർലി ഒരു വെർട്ടിക്കൽ കമ്പോണന്റ് ആണ്. അയാൾക്ക് സൈൻ കോസ് ഒന്നും ഇല്ല. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? FBയുടെ വാല്യൂ നമുക്ക് കിട്ടും. ഞാൻ ആ വാല്യൂ പറയാം. .32 ആണ് കിട്ടുന്നത്. അപ്പൊ അതെന്താണ്? അത് ടെൻഷനാണ്. ഓക്കെ ആണല്ലോ. അപ്പോ FBEയുടെ വാല്യൂ അല്ലെ, BE എന്ന് പറയുന്നത് ടെൻഷനാണ്, എവേ ഫ്രം ദ ജോയിന്റ് ആണ്. ടെൻഷനാണ് 3.32.
ഇനി ഇസിയുടെ വാല്യൂ എന്താ കിട്ടിയേ? ഇസിയുടെ വാല്യൂ ജസ്റ്റ് ഒരു സെക്കൻഡ്. .69 ആണ്. അത് കംപ്രഷൻ ആണ്. ഇനി ആര് മാത്രമേ ഉള്ളൂ കണ്ടുപിടിക്കാൻ? ഇനി കണ്ടുപിടിക്കാൻ ബി സി മാത്രമേ ഉള്ളൂ. ബി സി കണ്ടുപിടിക്കാൻ ഒന്നുകിൽ ബി എടുക്കുക അല്ലെങ്കിൽ സി എടുക്കാം. നോക്കിക്കേ, ബി എടുക്കുമ്പോൾ 3 പേരേ ഉള്ളൂ, പക്ഷെ സി എടുക്കുമ്പോൾ 4 പേരുണ്ട്. അപ്പം കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടി ജോയിന്റ് ബി എടുക്കുക. അപ്പൊ ജോയിന്റ് ബി എടുത്താൽ നമ്മുടെ ജോലി കഴിയും. ഓക്കെ, ജോയിന്റ് ബിയിലോട്ട് പോകും. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇത്രയും സ്റ്റെപ്പ് ചെയ്തിട്ട് ഇവിടെ ഈ വാല്യൂ എഴുതാതിരിക്കരുത്. നമ്മൾ ഓരോ ജോയിന്റ് എടുക്കുമ്പോൾ അപ്പം തന്നെ ആ ജോയിന്റിലെ മെമ്പേഴ്സിന്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും മാർക്ക് ചെയ്ത് തന്നെ പോവുക. മാർക്ക് ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മളത് നോക്കിയെടുത്ത് സമയം പോകും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അപ്പം തന്നെ മാർക്ക് ചെയ്ത് വാല്യൂസും ഡയറക്ഷൻ മാർക്ക് ചെയ്ത് പോവാം. ജോയിന്റ് ബി എടുക്കണേ. ജോയിന്റ് ബി എടുക്കുമ്പോൾ എന്ത് വരും? ഇവിടെ ഒരു 10 kN ലോഡ് ഉണ്ട്. ഇനി പല വാല്യൂ നമുക്ക് കിട്ടി. ഇനി ഒരു മെമ്പർ മാത്രമേ കിട്ടാനുള്ളൂ. ഇയാൾ വന്നിട്ട് സോറി ഇങ്ങനെയാണേ. ഇയാൾ ഇങ്ങോട്ടും. അപ്പൊ ഇനി കിട്ടാനുള്ളത് ആര് മാത്രമാണ്? എഫ് ബി സി അല്ലേ. ഇയാളുടെ വാല്യൂ നമുക്ക് കിട്ടി. അത് കംപ്രഷൻ ആണ് 18.85 ആണ്. ഇയാളുടെ വാല്യൂ ടെൻഷൻ ആണ് 3.32. അപ്പൊ നമുക്ക് എങ്ങനെ എഫ് ബി സി കണ്ടുപിടിക്കാം? എഫ് ബി സി ഒരു പ്യൂർലി ഹൊറിസോണ്ടൽ മെമ്പർ ആണ്. അപ്പൊ സിഗ്മ എച്ച് 0 കൊടുത്താൽ മാത്രമേ നമുക്ക് ആരെ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ? എഫ് ബി സി. അപ്പൊ സിഗ്മ എച്ച് 0 കൊടുക്കുമ്പോൾ ആരൊക്കെ വരും? ഇയാളും വരും, ഇയാളും വരും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, ഇവിടെ രണ്ട് ഹൊറിസോണ്ടൽ മെമ്പേഴ്സേ ഉള്ളൂ. നോക്കിക്കേ, ഇയാളും ഇയാളുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ്. അപ്പൊ ഇയാളുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് റൈറ്റിലോട്ട് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ കമ്പോണന്റ് എങ്ങോട്ടായിരിക്കും? ഓബ്വിയസ്ലി ലെഫ്റ്റിലോട്ടായിരിക്കും. അപ്പൊ അയാളുടെ ഡയറക്ഷൻ നമ്മൾ ഫിക്സ് ചെയ്തു. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ സിഗ്മ എച്ച് 0 കൊടുത്താൽ മതി. സിഗ്മ എച്ച് 0 കൊടുത്താൽ എന്ത് വരും? എഫ് ബി സി ലെഫ്റ്റിലോട്ടാണ്. ആൻഡ് ഇയാൾ എന്ന് പറയുന്നത് 18.85 കോസ് 45. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എഫ് ബി സി വാല്യൂ ജസ്റ്റ് ഒരു സെക്കൻഡ് നോക്കി പറയാം. എഫ് ബി സി വാല്യൂ എത്ര കിട്ടും? 13.32 ആണ് കിട്ടുന്നത്. 13.32 കംപ്രഷൻ ആണ് കിട്ടുന്നത്. കംപ്രഷൻ ആണ്. കാര്യം എന്താണ്? ഇയാൾ ടുവേർഡ്സ് ദ ജോയിന്റ് ആണ് കംപ്രഷൻ. അപ്പൊ ഈ വാല്യൂസ് എല്ലാം കൂടെ ചേർത്ത് എന്ത് ചെയ്യുക? ഒരു ടാബുലാക്കോളം വരയ്ക്കുക. ടാബുലാക്കോളം വരച്ചാൽ മാത്രമേ ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ ഓരോ ജോയിന്റ് ചെയ്യുമ്പോൾ അപ്പം തന്നെ ആ വാല്യൂസിന്റെ ഡയറക്ഷനും മാർക്ക് ചെയ്ത് പോയാൽ ലാസ്റ്റ് ടാബുലാക്കോളം വരയ്ക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ ആണോ? അപ്പൊ കൂടുതലും മെത്തേഡ് ഓഫ് ജോയിന്റ് മെത്തേഡ് ഓഫ് ജോയിന്റ് തന്നെയാണ് ഫുള്ളും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. പിന്നെ എങ്ങാനും മാറി മൊമെന്റ് ഏരിയ ഒക്കെ ചോദിച്ചെന്ന് വരാം. യൂഷ്വലി മെത്തേഡ് ജോയിന്റിന്റെ ഒരു പ്രോബ്ലം എല്ലാവർക്കും കിട്ടാറുണ്ട്. 14 മാർക്സ് കിട്ടാറുണ്ട്. റിയൽ ആയിട്ട് മാത്രമേ മാറി ജോയിന്റ് ചോദിക്കാതെ മൊമെന്റ് ഏരിയ മെത്തേഡോ കാസ്റ്റിക്ലിയാനോ ചോദിക്കത്തുള്ളൂ. ഓക്കെ ആണല്ലോ. നമുക്ക് ഹൃദയ നമുക്ക് സെക്കൻഡ് മോഡ്യൂളിലോട്ട് ഒന്ന് കയറാവൂ. ഹൃദയ ഓക്കെ, അപ്പം സെക്കൻഡിലോട്ട് കയറാം. കാരണം കുറച്ച് സമയം എടുത്താലേ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ സെക്കൻഡില് ഞാൻ പറഞ്ഞു, സെക്കൻഡിൽ നമുക്ക് പഠിക്കേണ്ടത് ട്രസ്സിന്റെയും ബീമിന്റെയും ഫ്രെയിമിന്റെയും ഒക്കെ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ യൂണിറ്റ് ലോഡ് മെത്തേഡ് ഉപയോഗിക്കണം. ഓറായിട്ട് ചോദിക്കുന്ന മെത്തേഡ് ഓഫ് കൺസിസ്റ്റന്റ് ഡിഫർമേഷൻ ആണ്. അപ്പൊ പല കുട്ടികൾക്കും കൺസിസ്റ്റന്റ് ഡിഫർമേഷൻ പ്രയാസമായതുകൊണ്ട് നിങ്ങളത് സ്കിപ്പ് ചെയ്യാം. കാരണം കൺസിസ്റ്റന്റ് ഡിഫർമേഷൻ ഒറ്റ ക്വസ്റ്റ്യൻ ചോദിക്കത്തുള്ളൂ. സോ അത് നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷെ നമ്മൾ ബീമിന്റെയും ട്രസ്സിന്റെയും ഡിഫ്ലക്ഷൻ യൂണിറ്റ് ലോഡ് മെത്തേഡിൽ കണ്ടുപിടിക്കാൻ അറിയണം. ഓക്കെ, അപ്പോൾ ഞാൻ ട്രസ്സിന്റെ കാര്യം ഞാനൊന്ന് പറയാം. കാരണം ട്രസ് എളുപ്പമാണ്.
ചെറിയ ട്രസ്സേ ചോദിക്കത്തുള്ളൂ, കാരണം 2 തവണ നമുക്ക് ഫോഴ്സ് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ഇപ്പം ഞാൻ ഒന്നുകൂടെ പറയാം. ട്രസ്സിന്റെ കേസിൽ യൂണിറ്റ്, അതായത് നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് തന്നിട്ട് ആ പോയിന്റിൽ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനോ ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ജോയിന്റ് ഡിയിലെ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ ജോയിന്റ് എഫിലെ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, വെർട്ടിക്കൽ ഡിഫ്ലക്ഷന്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷന്റെ ഇക്വേഷൻ എന്താണ്? സമ്മേഷൻ ഓഫ് പി ഫോഴ്സ് കെ ഫോഴ്സ് എൽ ബൈ ഇ അല്ലെ? അതായത് സമ്മേഷൻ ആണ്, അതായത് നമ്മൾ 2 തവണ, അതായത് ആദ്യം പി ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? സപ്പോസ് ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ, എഫിലെ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് ചെയ്യണം? ആദ്യം ഈ തന്നിരിക്കുന്ന ലോഡ് എല്ലാം വെച്ച് എല്ലാ മെമ്പേഴ്സിലെയും ഫോഴ്സ് കണ്ടുപിടിക്കുന്നതാണ് പി ഫോഴ്സ്. അപ്പൊ നമുക്ക് 9 മെമ്പർ ഉണ്ടെങ്കിൽ 9 പി ഫോഴ്സ് കാണും. ഇനി കെ ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഈ തന്നിരിക്കുന്ന എക്സ്റ്റേണൽ ലോഡ് എല്ലാം മാറ്റിയതിനു ശേഷം ഏത് പോയിന്റിൽ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ ആണോ കണ്ടുപിടിക്കേണ്ടത് ആ പോയിന്റിൽ ഒരു യൂണിറ്റ് വെർട്ടിക്കൽ ലോഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിനു ശേഷം വീണ്ടും നമ്മുടെ സപ്പോർട്ട് റിയാക്ഷൻ കണ്ടുപിടിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? വീണ്ടും കെ ഫോഴ്സ്, കെ എന്ന് വെച്ചാൽ ഈ 9 മെമ്പേഴ്സിലെയും ഫോഴ്സസ് കണ്ടുപിടിക്കുക, അതാണ് കെ ഫോഴ്സ്. അപ്പൊ 9 കെ ഫോഴ്സ് കാണും. ഇനി എൽ എന്ന് പറഞ്ഞാൽ ഓരോ മെമ്പറിന്റെയും ലെങ്ത് ആണ്, എ എന്ന് പറയുന്ന ഓരോ മെമ്പറിന്റെയും ഏരിയ, ഇ എന്ന് പറയുന്ന മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അപ്പൊ ചില ക്വസ്റ്റ്യനിൽ എയും ഇയും കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്കത് ലാസ്റ്റ് ചെയ്താൽ മതി. എയും ഇയും കോൺസ്റ്റന്റ് ആണെങ്കിൽ അത് ലാസ്റ്റ് ചെയ്താൽ മതിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിത് റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. എല്ലാ ഫോഴ്സും മാറ്റിയതിനു ശേഷം ഏത് പോയിന്റിൽ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ ആണോ കണ്ടുപിടിക്കേണ്ടത് അവിടെ ഒരു യൂണിറ്റ് വെർട്ടിക്കൽ ലോഡ് പ്ലേസ് ചെയ്യുക. പ്ലേസ് ചെയ്തിട്ട് വീണ്ടും കെ ഫോഴ്സ് കണ്ടുപിടിക്കുക. പി കെ എൽ ബൈ എ ആണ് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ. സപ്പോസ് ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ ആണ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നെങ്കിലോ, ഫോർ എക്സാമ്പിൾ സിയിലെ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ ആണ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ആദ്യം തന്നെ എല്ലാത്തിന്റെയും പി ഫോഴ്സ്, അതായത് തന്നിരിക്കുന്ന എക്സ്റ്റേണൽ ലോഡ് എന്തൊക്കെയാണോ അത് വെച്ചുള്ള പി ഫോഴ്സ് കണ്ടുപിടിക്കുക. എന്നിട്ട് എല്ലാ എക്സ്റ്റേണൽ ലോഡ് മാറ്റിയതിനു ശേഷം അവിടെ മാത്രം ഒരു യൂണിറ്റ് ഹൊറിസോണ്ടൽ 1 കിലോന്യൂട്ടൺ പ്ലേസ് ചെയ്തതിനു ശേഷം വീണ്ടും സപ്പോർട്ട് റിയാക്ഷൻ കണ്ടുപിടിക്കുക. എഗെയിൻ എല്ലാ മെമ്പേഴ്സും കണ്ടുപിടിക്കുന്നതാണ് കെ ഫോഴ്സ്. വെർട്ടിക്കലും പറയാം, ഹൊറിസോണ്ടൽ ഫോഴ്സസും പറയാം. എല്ല് നമുക്കറിയാം, ബാക്കി എല്ലാം സെയിം ആണ്. വെർട്ടിക്കലും പറയാം, അതുപോലെ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷനും അങ്ങനെ കണ്ടുപിടിക്കാം. ഓക്കെ ആണോ? ഞാൻ ട്രസ് പറഞ്ഞുകൊണ്ട് ട്രസ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി പറയുന്നില്ല. ഇനി നമുക്ക് ബീമിന്റെ യൂണിറ്റ് ഡിഫ്ലക്ഷൻ കൂടെ പറഞ്ഞിട്ട് നമുക്ക് തേർഡ് മോഡ്യൂളിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ യൂണിറ്റ് ബീമിൽ, അപ്പൊ ട്രസ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ പി കെ എൽ ബൈ എ ആണ് അല്ലെ. ഇനി ബീമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ 0 ടു എൽ ക്യാപിറ്റൽ എം ഇൻറ്റു സ്മോൾ എം ഇൻറ്റു ഡി എക്സ് ബൈ ഇ എ ആണ് നമ്മൾ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ ബീമിൽ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഇതാണ്. ഓക്കെ, ഓക്കെ ആണോ? അപ്പം ഞാനൊരു ചെറിയൊരു ബീമിന്റെ പ്രോബ്ലം ചെയ്യാം. നമുക്ക് അതുകൂടെ കഴിഞ്ഞ് നമുക്ക് തേർഡിലോട്ട് കയറാം. തേർഡ് നല്ല ഈസിയാണ്. തേർഡ് എന്ന് പറയുന്നത് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ. ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും നിങ്ങൾ ഒന്ന് ചെയ്താൽ മതി. അപ്പൊ രണ്ടും ചെയ്യേണ്ട കാര്യമില്ല, ഏതെങ്കിലും ഒന്ന് നന്നായിട്ട് പഠിക്കുക. സോറി, രണ്ടും പഠിക്കുക, നിങ്ങൾക്ക് ഒന്ന് മാത്രം ചെയ്താൽ മതി. രണ്ടും ഓർ ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ ഏതെങ്കിലും ഒന്നിൽ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ചെയ്യാം അല്ലെങ്കിൽ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്ലോപ്പ് ഡിഫ്ലക്ഷന്റെ പ്രോബ്ലം ആണെങ്കിൽ കൂടുതലും ഫ്രെയിമേ ചോദിക്കത്തുള്ളൂ. മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നിങ്ങൾ കൂടുതൽ കഷ്ടപ്പെടുത്താതെ കൂടുതലും ബീം ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, ഇനി ഫ്രെയിമിൽ നിങ്ങൾക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം മാത്രമേ വരയ്ക്കാൻ ചോദിക്കത്തുള്ളൂ. ബീമിൽ ചിലപ്പോൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രവും ചിലപ്പോൾ ഷിയർ ഫോഴ്സ് ഡയഗ്രവും ചോദിക്കും. അപ്പോൾ നിങ്ങൾ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ തന്നെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, പോർട്ടൽ ഫ്രെയിം ഒന്നും കണ്ട് പേടിക്കേണ്ട കാര്യമില്ല. പോർട്ടൽ ഫ്രെയിം എളുപ്പമാണ്. അതിൽ BMD മാത്രമേ ചോദിക്കത്തുള്ളൂ. പോർട്ടൽ ഫ്രെയിമിൽ ഷിയർ ഫോഴ്സ് ചോദിക്കത്തില്ല, യൂഷ്വലി ചോദിക്കാറില്ല. അപ്പോൾ പോർട്ടൽ ഫ്രെയിമിന്റെ മിക്കവാറും സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ആയിരിക്കും ചോദിക്കുന്നത്, ചിലപ്പോൾ ബീം ആവാം. ഓക്കെ, അപ്പം ഞാൻ അതിനു മുന്നേ ഇതൊന്ന് യൂണിറ്റ് ഡിഫ്ലക്ഷൻ ഒരു ചെറിയ പ്രോബ്ലം ഒന്ന് പറയാം. ഞാനൊരു സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ പറയാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? കാൻഡിലിവർ അല്ലെ? കാൻഡിലിവർ.
കാൻഡിലിവർ. ഓക്കെ, അപ്പോൾ കാൻഡിലിവറിന്റെ ഫ്രീ എൻഡിൽ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ ആർക്കെങ്കിലും പറയാവോ? ഒരു ഇക്വേഷൻ ഉണ്ട്, അതൊന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? പോസിബിൾ ആണെങ്കിൽ ഒന്ന് മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞാൽ മതി, ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മാത്രം മതി, കാരണം ബാക്കിയുള്ളവർക്ക് കൂടെ ഒന്ന് ഓർക്കാനാണ്. ആരെങ്കിലും ഒരാൾ മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞാൽ മതി. അത്രയും പ്രൈവസി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല. ഓക്കെ, കുഴപ്പമില്ല, ഞാൻ പറയാം. അപ്പൊ നമ്മുടെ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ ഇക്വേഷൻ പറഞ്ഞാൽ PL³/3EI ആണ്. PL³/3. അപ്പൊ ഈ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോണം. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ എ എന്നും ബി എന്ന് പറഞ്ഞ 2 പോയിന്റ് എടുത്തു. അപ്പൊ ബിയിലെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് PL³/3 ആണ് നമുക്കറിയാം. എന്നിരുന്നാലും നമ്മുടെ മൊമെന്റ് ഏരിയ യൂണിറ്റ് ലോഡ് മെത്തേഡിൽ കൂടെ കണ്ടുപിടിക്കാൻ പോകും. നമ്മൾ ഏത് മെത്തേഡ്, അതായത് മൊമെന്റ് ഏരിയ ആണെങ്കിലോ കാസ്റ്റിക്ലിയാനോ ആണെങ്കിലോ യൂണിറ്റ് ലോഡ് മെത്തേഡ്, ഏത് മെത്തേഡ് ഉപയോഗിച്ചാലും ഈ വാല്യൂസ് ഒന്നും മാറത്തില്ല. ഇതെല്ലാം കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂസ്, അതൊന്നും മാറത്തില്ല. നമ്മളിപ്പോൾ മാത്തമാറ്റിക്സിൽ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു വാല്യൂ തന്നെ പല മെത്തേഡിൽ ചെയ്താലും നമുക്ക് ഒരു വാല്യൂ കിട്ടത്തുള്ളൂ. അതുപോലെ ഏത് മെത്തേഡിൽ കൂടെ ചെയ്താലും നമുക്ക് ഈ കോൺസ്റ്റന്റ് വാല്യൂസ് തന്നെ കിട്ടും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ ഇക്വേഷൻ എന്താണ്? ഇന്റഗ്രൽ 0 to L ക്യാപിറ്റൽ M ഇൻറ്റു സ്മോൾ m ഇൻറ്റു dx/EA. ഓക്കെ, അതിൽ ക്യാപിറ്റൽ M എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഏതൊരു സെക്ഷൻ എടുത്താലും ആ സെക്ഷനിലെ എക്സ്റ്റേണൽ ലോഡ് കാരണം ഉണ്ടാകുന്ന മൊമെന്റ് ആണ്. എന്നാൽ സ്മോൾ m ആണെങ്കിലോ, ഏത് പോയിന്റിലെ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ ആണോ കണ്ടുപിടിക്കേണ്ടത് ആ പോയിന്റിൽ ഞാനൊരു വെർട്ടിക്കൽ ലോഡ് വച്ചിട്ട് ബാക്കി എല്ലാ എക്സ്റ്റേണൽ ലോഡും മാറ്റിക്കഴിഞ്ഞാൽ ആ യൂണിറ്റ് വെർട്ടിക്കൽ ലോഡ് കാരണം ആ സെക്ഷനിൽ ഉണ്ടാകുന്ന മൊമെന്റ് ആണ് M. നമുക്കിവിടെ ഒറ്റ സെക്ഷനേ ഉള്ളൂ, ഒറ്റ സെക്ഷൻ ആയതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ ഈസിയാണ്. ഓക്കെ, അപ്പൊ ഞാനൊരു സെക്ഷൻ എടുക്കുകയാണ്, ഇവിടെ ഒരു ഒറ്റ സെക്ഷനേ ഉള്ളൂ. എപ്പോഴും നിങ്ങൾ ഓർക്കേണ്ട കാര്യം, നമ്മൾ കാൻഡിലിവർ ബീമിൽ ഫ്രീ എൻഡിൽ നിന്ന് മാത്രമേ സെക്ഷൻ എടുക്കാറുള്ളൂ. പക്ഷെ സിംപ്ലി സപ്പോർട്ടിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും സെക്ഷൻ എടുക്കാം. കാൻഡിലിവർ ഫ്രീ എൻഡിൽ മാത്രമേ സെക്ഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ സെക്ഷൻ എടുക്കുമ്പോൾ ക്യാപിറ്റൽ M എന്ന് പറയുന്നത് എന്താണ്? എക്സ്റ്റേണൽ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന മൊമെന്റ് ആണ്. ഇവിടെ ആ കൂടെ ഒറ്റ എക്സ്റ്റേണൽ ഫോഴ്സ് ഉള്ള ആരാണ്? P ആണ്. P ഇൻറ്റു എക്സ് ആണ് എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റൽ M. ഇനി സ്മോൾ m എന്ന് വെച്ചാൽ എന്താണ്? സ്മോൾ m എന്ന് വെച്ചാൽ പോയിന്റ് ബിയിലെ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലേ? അപ്പൊ ഞാൻ എല്ലാ എക്സ്റ്റേണൽ ലോഡ്, ഈ ഒരാളെ എക്സ്റ്റേണൽ ലോഡ് ഉള്ളൂ, അയാൾ മാറ്റിയിട്ട് ഞാൻ അവിടെ 1 kN പ്ലേസ് ചെയ്താൽ ആ 1 kN കാരണം അവിടെ ഉണ്ടാവുന്ന മൊമെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? സ്മോൾ m. അപ്പൊ സ്മോൾ m എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു എക്സ് ഇസിക്കൽ ടു എക്സ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ക്യാപിറ്റൽ M കിട്ടി, സ്മോൾ m കിട്ടി. ഇനി നമുക്ക് ഡയറക്ട്ലി ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്ത് വരും? ഇന്റഗ്രൽ എല്ലിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എല്ല് തന്നെയാണ്, നമുക്ക് വേറെ ഒന്നും തന്നിട്ടില്ല. ക്യാപിറ്റൽ M എന്ന് പറഞ്ഞാൽ P ഇൻറ്റു എക്സ് ആണ്, സ്മോൾ m എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അപ്പം M ഇൻറ്റു M ഇൻറ്റു dx/EI ആണ്. അപ്പൊ P ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് P(x²) ആണ്. ഓക്കെ, P അതിൽ കോൺസ്റ്റന്റ് ആണല്ലോ, EI കോൺസ്റ്റന്റ് ആണ്. സോ P/EI കോൺസ്റ്റന്റ് എടുത്താൽ ബാക്കി ആരുണ്ട്? x² dx, 0 മുതൽ L വരെ. അപ്പൊ P/EI പുറത്തെടുത്താൽ x²ന്റെ ഇന്റഗ്രൽ എന്താണ്? x³/3 ആണ്. ഇനി നമ്മൾ അതിൽ അപ്പർ ലിമിറ്റ് എല്ലും ലോവർ ലിമിറ്റ് 0യും കൊടുത്താൽ എന്ത് കിട്ടും? ഇതല്ലേ നമ്മുടെ റിക്വയർഡ് ആൻസർ എന്ന് പറയുന്നത്? ഇതാണ് നമ്മുടെ റിക്വയർഡ് ആൻസർ. ഓക്കെ, അപ്പൊ ഇതാണ് യൂണിറ്റ് ലോഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് തന്നെ 1 or 2 സെക്ഷൻ ആയിട്ടൊക്കെ ഡിവൈഡ് ചെയ്ത് ചോദിക്കും. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ പറയാം. ചിലപ്പോൾ 2-3 സെക്ഷൻ വന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പാടാണെങ്കിൽ നമുക്ക് 2 സെക്ഷൻ ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഒക്കെ ഈസി ആയതുകൊണ്ടാണ് ഇതിന് കുറച്ച് കൂടുതൽ സമയം കൊടുക്കുന്നത് കേട്ടോ.
കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നുണ്ടോ? ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മുടെ ചോദിച്ചിരിക്കുന്നത് പോയിന്റ് സിയിലെ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനാണ്. അപ്പൊ ഇവിടെ എത്ര സെക്ഷൻ ഉണ്ട്? നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, 2 സെക്ഷൻ ഉണ്ട്, എ ബിയും ബി സി. ഓക്കെ, ഇപ്പൊ നേരത്തെ ക്വസ്റ്റ്യനിൽ പ്രശ്നമില്ലായിരുന്നു, ഒറ്റ സെക്ഷൻ ഉള്ളു. പക്ഷെ ഇവിടെ നമുക്ക് 2 സെക്ഷൻ. അപ്പം ബെറ്റർ നിങ്ങളൊരു ടാബുല കോളം ആക്കുക ഇതിന്. ഓക്കെ, ടാബുല കോളം ആക്കുന്നതിന് മുന്നേ നമുക്ക് സിയിലെ ഡിഫ്ലക്ഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. അത് ഞാൻ ചെയ്യാൻ പോണത് എന്താണ്, ഓരോ സെക്ഷനിലും ഓരോ ഏരിയയിൽ ഞാൻ സെക്ഷൻ കട്ട് ചെയ്യാൻ പോവാണ്. ആദ്യത്തെ സെക്ഷൻ എവിടെയാണ്? ബി സി എന്ന് പറയുന്ന പോർഷനിലാണ് ഫസ്റ്റ് സെക്ഷൻ. അപ്പൊ അവിടെ ഉണ്ടാവുന്ന ക്യാപിറ്റൽ എം നമുക്ക് കണ്ടുപിടിക്കാം. ക്യാപിറ്റൽ എമ്മിന്റെ വാല്യൂ എന്ന് പറയാമോ? ഈ ഇതില് ആദ്യത്തെ സെക്ഷനായി ബി സിയിൽ ഉണ്ടാവുന്ന ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് 20 ഇൻറ്റു എക്സ് ആണ്. 20 ഇൻറ്റു എക്സ് ആണ്. ഡൗട്ട് ഉണ്ടോ? ഇനി അടുത്ത സെക്ഷൻ എവിടെ എടുക്കാൻ പോകണം നമ്മള്? അടുത്ത സെക്ഷൻ എ ബി എന്ന് പറയുന്ന പോർഷനിലാണ് എടുക്കുന്നത്. എക്സ് എടുക്കുന്ന എവിടെ നിന്നായിരിക്കണം? സിന്ന് എടുക്കരുത്. സിന്ന് എടുക്കാം, പക്ഷെ സിന്ന് എടുത്താൽ സം വാല്യൂ മൈനസ് എക്സ് എന്നൊക്കെ പറഞ്ഞു വരും. അപ്പൊ അത് കാൽക്കുലേഷൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ബിന്ന് ഒറിജിൻ എടുത്തു. അപ്പൊ എന്താണ് മൊമെന്റിന്റെ വാല്യൂ, ക്യാപിറ്റൽ എമ്മിന്റെ വാല്യൂ എന്ന് പറയാമോ? ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് 20 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എത്രയാ? എക്സ് പ്ലസ് 2 പ്ലസ് 35 ഇൻറ്റു എക്സ് പ്ലസ് യു ഡിയിൽ കാരണം ഉണ്ടാകുന്ന മൊമെന്റ് എന്താണ്? 3 ഇൻറ്റു എക്സിന്റെ പകുതി. ഇനി നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് വേണം നമ്മൾ ഇന്റഗ്രേഷനിലോട്ട് ഇടാൻ കേട്ടോ. അപ്പൊ ക്യാപിറ്റൽ എമ്മിന്റെ വാല്യൂ ഞാൻ ഒന്നുകൂടെ റീറൈറ്റ് ചെയ്യേണ്ടി വരും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, 20 ഇൻറ്റു എക്സ് പ്ലസ് 20 ഇൻറ്റു 2 40 പ്ലസ് 35 എക്സ് പ്ലസ് 1.5 എക്സ് സ്ക്വയർ. ഓക്കെ, അപ്പൊ എക്സിന്റെ ടേം എത്രയുണ്ട്? 20യും 35. അപ്പൊ അതെന്ത് വരും? 55 എക്സ്. 55 എക്സ് പ്ലസ് 40 പ്ലസ് 1.5 എക്സ് സ്ക്വയർ ആണ് ഇവിടുത്തെ ക്യാപിറ്റൽ എം വാല്യൂ. ഓക്കെ, ഞാൻ ഒന്നും കൂടി എടുത്ത് എഴുതാം കേട്ടോ. ആദ്യം എക്സ് സ്ക്വയറിന്റെ വാല്യൂ എഴുതി, പിന്നെ 55 എക്സ് എഴുതി, പ്ലസ് 40 എഴുതി. ഇനി അപ്പൊ ക്യാപിറ്റൽ എം വാല്യൂസ് കിട്ടി 2 സെക്ഷനിൽ. ഇനി 2 സെക്ഷനിൽ സ്മോൾ എം വാല്യൂസ് കിട്ടണം. അതിനുവേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്ത് ചെയ്യണം? എനിക്ക് സിയിലെ യൂണിറ്റ് ഡിഫ്ലക്ഷൻ ആണ് കണ്ടുപിടിക്കാനുള്ളതുകൊണ്ട് സി എല്ലാ എക്സ്റ്റേണൽ ലോഡും മാറ്റുക. എന്നിട്ട് അവിടെ മാത്രം ഒരു യൂണിറ്റ് വെർട്ടിക്കൽ. എന്തുകൊണ്ടാണ് വെർട്ടിക്കൽ ലോഡ് പ്ലേസ് ചെയ്യുന്നത്? വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനുള്ളതുകൊണ്ട്. ഓക്കെ, 3 meters 2 meters ഇവിടെ ഒരു യൂണിറ്റ് വെർട്ടിക്കൽ ലോഡ് മാത്രം പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഓരോ സെക്ഷനിൽ കട്ട് ചെയ്യണം. അതായത് ഇവിടെ ഞാനൊരു സെക്ഷൻ എടുത്താൽ നമ്മുടെ മൊമെന്റ് സ്മോൾ എം വാല്യൂ ആണ്. സ്മോൾ എം എന്ത് ഒരു 1 ഇൻറ്റു എക്സ് എക്സ്. ഓക്കെ ആണോ? ഫസ്റ്റ് സെക്ഷനിലെ സ്മോൾ എം വാല്യൂ എന്താണ്? എക്സ് ആണ്. ഞാനിത് ഓരോ സെക്ഷൻ മായ്ക്കാൻ കാരണം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാതിരിക്കാനാണ്. അടുത്ത സെക്ഷൻ എടുക്കുന്നത് പോയിന്റ് ബിയിൽ നിന്നാണ്. ഞാൻ ഇവിടെയും പോയിന്റ് ബിയിൽ നിന്നാണ് എടുത്തത്. അപ്പൊ എന്ത് വരും? സ്മോൾ എം വാല്യൂ എന്ന് പറയുന്നത് 1 ഇൻറ്റു എക്സ് പ്ലസ് 2. 1 ഇൻറ്റു എക്സ് പ്ലസ് 2 എന്ന് പറയുന്നത് എക്സ് പ്ലസ് 2ന് തുല്യമല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാ വാല്യൂസും കിട്ടിക്കഴിഞ്ഞു. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. അപ്പൊ ഒന്ന് പറയാമോ? വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ എന്താണ്? ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു ആദ്യത്തെ നമ്മൾ റൈറ്റ് സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. 0 മുതൽ 2 വരെ ആയിരുന്നു അല്ലേ? 0 മുതൽ 2 ആണ്. ഞാൻ എൻ്റെ സ്റ്റുഡൻസിനെ ടാബുല കോളം വരച്ചാണ് പഠിപ്പിച്ചത്. നമുക്ക് അത്രയും നമുക്ക് സമയം കളയാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ്. അപ്പം ഫസ്റ്റ് സെക്ഷൻ ബി സി സെക്ഷൻ ഇരിക്കുന്നത് 0 മുതൽ 2 വരെയാണ്. അവിടുത്തെ ക്യാപിറ്റൽ എം 20 എക്സ് ആണ്. അവിടുത്തെ സ്മോൾ എം എക്സ് ആണ്. അപ്പൊ എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എക്സ് ബൈ ഇ. ഇനി ഇ എ വാല്യൂ ചേഞ്ച് ചെയ്യണം നോക്കിക്കോണം. ബി സിയിലും എ ബിയിലും സെയിം ആയതുകൊണ്ടാണ് ഇ എ വാല്യൂ അങ്ങനെ തന്നെ ഇട്ടത്. സെക്കൻഡ് സെക്ഷൻ ആരാണ്? എ ബി പോർഷനിൽ 0 മുതൽ 3 വരെയാണ്. അവിടുത്തെ ക്യാപിറ്റൽ എം വാല്യൂ ഇതാണ്, അവിടുത്തെ സ്മോൾ എം വാല്യൂ ഇതാണ്. അപ്പോൾ 1.5 എക്സ് സ്ക്വയർ പ്ലസ് 55 എക്സ് പ്ലസ് 40 മൾട്ടിപ്ലൈഡ് ബൈ എക്സ് പ്ലസ് 2 ഇൻറ്റു ഡി എക്സ് ബൈ ഇ എ. ഓക്കെ, അപ്പം നമുക്ക് ഇയാളെ കൂടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്യുന്നതാണ് നല്ലത്.
അല്ലെങ്കിൽ ഇവിടെ ഇന്റഗ്രേഷൻ ചെയ്യും, ഇവിടെ പകുതി കിടക്കും, നിങ്ങൾക്ക് ഡൗട്ട് വരും. അപ്പൊ രണ്ടുപേരെ ഒരേ രീതിയിലാക്കിയതിനു ശേഷം മാത്രം ഇന്റഗ്രേഷനിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ 0 മുതൽ 2 വരെ 20x² dx/ei എഴുതി, പ്ലസ് 0 മുതൽ 3 വരെ ആദ്യം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ. അപ്പൊ 1.5x² ഇൻറ്റു എക്സ് 1.5x³ 55x ഇൻറ്റു എക്സ് 40x. ഇനി 2 ഇൻറ്റു 1.5 എന്ന് പറയുന്നത് 3x² പ്ലസ് 2 ഇൻറ്റു 55 എന്ന് പറഞ്ഞാൽ 110x പ്ലസ് 80. ഇനി എല്ലാവരെയും കൂടെ ഗ്രൂപ്പ് ചെയ്തതിനു ശേഷം മാത്രം ഇന്റഗ്രേഷൻ ചെയ്യാൻ നിൽക്കുക. ഇൻറ്റു dx/ei ഉണ്ട്. 0 മുതൽ 2 വരെ 20x², ഇവിടെ 0 മുതൽ 3 വരെ x³ വാല്യൂ ഇയാൾ മാത്രമേ ഉള്ളേ, 1.5x³. x² വാല്യൂ ആരൊക്കെയുണ്ട്? 55ഉം 3ഉം. അപ്പൊ എത്രയാ? 58x². എക്സിന്റെ വാല്യൂ 40 110 150x പ്ലസ് 80 ഇൻറ്റു dx/. ഇനി രണ്ടുപേരും എന്ത് ചെയ്യുക? ഇന്റഗ്രേറ്റ് ചെയ്ത് വാല്യൂ കൊടുക്കുക. അപ്പൊ എന്ത് വരും? ഫസ്റ്റ് ഇതിൽ 20 ഇൻറ്റു x² ഇന്റഗ്രല് x³/3 ഓഫ് ലിമിറ്റ് 0 മുതൽ 2 വരെ. ഓക്കെ, അടുത്ത ഇയാളുടേതോ 1.5 x³ ഇന്റഗ്രൽ x⁴/4 ei 58 x² x³/3 ei പ്ലസ് 150 എക്സിൻ്റെത് x²/2 ei പ്ലസ് 80 x/ei ലിമിറ്റ് 0 മുതൽ 3 വരെ. ഓക്കെ ആണോ? അപ്പം ഈ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും ഒക്കെ ശ്രദ്ധിച്ച് ചെയ്യുക. ഞാൻ പറഞ്ഞൊരു ഷോർട്ട് കട്ട് നിങ്ങൾ മറക്കരുത്. ആദ്യം ഇയാളെ ഇന്റഗ്രേഷൻ ചെയ്തിട്ട് ഇയാളെ ഇന്റഗ്രേഷൻ ചെയ്യാൻ നിൽക്കരുത്. രണ്ടുപേരെ ഒരേ ഫോമിലാക്കി സിംപ്ലിഫൈ ചെയ്തതിനു ശേഷം മാത്രം രണ്ടുപേരെയും ഇന്റഗ്രേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ചിലപ്പോൾ ചിലർക്ക് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഓക്കെ, ഞാൻ ഫൈനൽ ആൻസർ പറയാം. വൺ 1520.7/ei എന്നാണ് എൻ്റെ വാല്യൂ. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്താൽ ലാസ്റ്റ് വാല്യൂ കിട്ടും. ഇതാണ് ഡിഫ്ലക്ഷന്റെ വാല്യൂ. ഇനി നിങ്ങൾക്ക് ന്യൂമറിക്കൽ വാല്യൂ, അതായത് ഇയുടെയും ഐയുടെയും വാല്യൂ തന്നിരുന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇയുടെയും ഐയുടെയും വാല്യൂ മൾട്ടിപ്ലൈ ചെയ്ത് kN/m² കൺവേർട്ട് ചെയ്ത് വയ്ക്കുക. പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇ ഇൻറ്റു ഐ ചെയ്ത് അതിന് യൂണിറ്റ് കൺവേർട്ട് ചെയ്ത് kN/m² ആക്കി വെച്ചിരിക്കുക. എന്നിട്ട് ആ കിട്ടുന്ന വാല്യൂവിന് ഇയാളെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മീറ്ററിലാണ് ഒരു ചെറിയ വാല്യൂ കിട്ടും. അത് മീറ്ററിലാണ് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മില്ലിമീറ്ററിൽ കിട്ടും. അത്രയേ ഉള്ളൂ കേട്ടോ. സെക്കൻഡ് മോഡിയില് ഡിഫ്ലക്ഷൻ ഓഫ് ട്രസ്സും ഡിഫ്ലക്ഷൻ ഓഫ് ബീമും ഒക്കെയാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അത് യൂണിറ്റ് ലോഡ് മെത്തേഡാണ് ചോദിക്കുന്നത്. കൺസിസ്റ്റന്റ് ഡിഫർമേഷൻ ഓറായിട്ടാണ് ചോദിക്കുന്നത്. അപ്പൊ ട്രസ്സും ബീമും നിങ്ങൾ നന്നായിട്ട് പഠിച്ചാലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമുക്ക് തേർഡ് മോഡിയിലോട്ട് കയറാവും. തേർഡ് മോഡിയില് ഐദർ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ ഏത് പറയണമെന്ന് പറഞ്ഞാൽ അത് മാത്രം പറയാം. കാരണം നമുക്കിനി 4ഉം 5ഉം കൂടെ കയറാനുണ്ട്. അതുകൊണ്ടാണ് ആർക്ക് വേണമെങ്കിലും പറയാം. അതോ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ആൻഡ് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ വേണ്ടായോ, തേർഡ് മോഡിയിൽ വേണ്ട, ഡയറക്ട്ലി 4ലോ 5ലോ കയറണമെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി. ചാറ്റ് ബോക്സിൽ മെസ്സേജ് ഇട്ടാലും മതി. കാരണം അത് ഒരുവിധം എല്ലാ സ്റ്റുഡൻസിന് അറിയാവുന്നൊരു ടോപ്പിക്കാണ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ അത് സ്കിപ്പ് ചെയ്തിട്ട് കേബിളിലോ ആർച്ചിലോ അല്ലെങ്കിൽ ILDയിലോ കയറണമെങ്കിൽ അങ്ങനെ പറയാം. ആരെങ്കിലും ഒരാൾ മെസ്സേജ് ഇട്ടാലും മതി. കാരണം ഞാൻ 1 വേ ആയിട്ട് ഞാനിങ്ങനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്.
അല്ല ഡയറക്ട്ലി കേബിളോ ആർച്ചോ ILDയോ പറയണമെന്നുണ്ടെങ്കിൽ അത് പറയാം. ഏത് പോർഷനാണ് പറയണ്ടേ? മൊഡ്യൂൾ 4 ആർച്ച്. അപ്പം എമീമ അഫി പറഞ്ഞിട്ടുള്ള മൊഡ്യൂൾ 4 ആർച്ച് ചെയ്യണമെന്നാണ്. സോ ആർച്ചിലെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ആർച്ച് വളരെ എളുപ്പമാണ്. നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് പ്രയാസമല്ല. 3 ഹിഞ്ച്ഡ് പാരബോളിക് ആർച്ചേ ചോദിക്കാറുള്ളൂ. അതിന്റെ തിയറീസ് നിങ്ങൾ പഠിക്കണം. ടൈപ്പ് ഓഫ് ആർച്ച്, അങ്ങനെയുള്ള കുറച്ച് കാര്യം. ഞാൻ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മീറ്റിന്റെ ലാസ്റ്റ് ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് അത് കാണിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എന്തെങ്കിലും എടുക്കാം. ഓക്കെ, അപ്പം ആർച്ചിലെ ഒരു ക്വസ്റ്റിനോട്ട് പോവാം. അപ്പം ആർച്ചിൽ മെയിനായിട്ട് ചോദിക്കുന്ന റേഡിയൽ ഷിയറും നോർമൽ ത്രസ്റ്റുമാണ്. അത് വളരെ സിമ്പിൾ ആണ്. അത് നിങ്ങൾക്ക് സമയം ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണ്. ഭയങ്കര സിമ്പിൾ ആണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആർച്ച് ആണെങ്കിലും കേബിൾ ആണെങ്കിലും ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രം ആണെങ്കിലും ഡയഗ്രാം തന്നിരിക്കത്തില്ല. പകരം ഒരു പാരഗ്രാഫ് തന്നിട്ട് അത് വായിച്ചു വേണം നിങ്ങൾ എഴുതാൻ. അപ്പൊ ഞാൻ എൻ്റെ ഒരു 6 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അപ്പൊ അതിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ വായിച്ച് ഞാൻ ഫിഗർ വരയ്ക്കുകയാണ്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഒരു 3 ഹിഞ്ച്ഡ് പാരബോളിക് ആർച്ച് ആണ്. 3 ഹിഞ്ച് എന്ന് പറയുമ്പോൾ എവിടെയൊക്കെ ഹിഞ്ച് വരും? ലെഫ്റ്റിൽ ഒരു ഹിഞ്ച് ഉണ്ട്, റൈറ്റിൽ ഒരു ഹിഞ്ച് ഉണ്ട്, സെൻട്രൽ ഒരു ഹിഞ്ച് ഉണ്ട്. അതുകൊണ്ടാണ് 3 ഹിഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 3 ഹിഞ്ച്ഡ് പാരബോളിക് ആർച്ചിൽ എന്ത് തന്നിട്ടുണ്ട്? റൈറ്റ് ഹാഫ് ഉള്ള മൊത്തം സ്പാൻ 36 മീറ്റർ ആണ്. റൈസ് എന്ന് പറയുന്നത് സെൻട്രൽ റൈസ് 9 മീറ്റർ ആണ്. അത് റൈറ്റ് ഹാഫിൽ 12 കിലോന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്ന തോതിൽ UDയിൽ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് സിയിൽ നിന്ന് 12 മീറ്റർ മാറി ഒരു പോയിന്റ് ലോഡ് 75 കിലോന്യൂട്ടൺ ഉണ്ടെന്നാണ്. അപ്പൊ നമുക്കറിയാം മൊത്തം 36 ആണ്. 36ന്റെ പകുതി 18 ആണ്. അപ്പം സിയിൽ നിന്ന്, അതായത് 18ൽ നിന്നും 12 മീറ്റർ മാറി ആരുണ്ടെന്നാ പറയുന്നത്? 75 കിലോന്യൂട്ടൺ ലോഡ് ഉണ്ട്. ഇതാണ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താന്ന് പറയാം.
ഈ ചോദിച്ചിരിക്കുന്നത് ബി, അതായത് നമ്മുടെ റൈറ്റ് സപ്പോർട്ടായ ബിയിൽ നിന്നും 6 മീറ്റർ മാറി ഞാനൊരു സെക്ഷൻ എടുത്താൽ അവിടെ ഉണ്ടാകുന്ന നോർമൽ ത്രസ്റ്റും റേഡിയൽ ഷിയറുമാണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, 9 മീറ്റർ മാറിയാണ്. അപ്പം ഈ പകുതി എത്രയുണ്ട്? 18 മീറ്റർ ഉണ്ട്. അപ്പൊ 18ന്റെ പകുതി എന്ന് പറയുമ്പോൾ കറക്റ്റ് ഇവിടെയാണ് സെക്ഷൻ ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ ഞാനൊരു സെക്ഷൻ എടുത്താൽ അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള നോർമൽ ത്രസ്റ്റും റേഡിയൽ ഷിയറും കണ്ടുപിടിക്കണം, ദെൻ സപ്പോർട്ട് റിയാക്ഷനും കണ്ടുപിടിക്കാനുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിച്ച് വെക്കുക. സപ്പോർട്ട് റിയാക്ഷൻ കണ്ടുപിടിക്കാൻ എന്തുണ്ട്? 3 ഇക്വേഷൻ ഉണ്ട്. എന്തൊക്കെയാണ്? സിഗ്മ V0, സിഗ്മ M0, സിഗ്മ H0. ഓക്കെ, ആദ്യം തന്നെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം. ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം? ഫ്രീ ബോഡി ഡയഗ്രാം ഞാൻ ഡയറക്ട്ലി ഫ്രീ ബോഡി ഡയഗ്രത്തിലോട്ട് പോവുകയാണ്. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന സപ്പോർട്ട് റിയാക്ഷൻ എന്തായിരിക്കും? VB ആയിരിക്കും. ഇവിടെ ഉണ്ടാകുന്ന സപ്പോർട്ട് റിയാക്ഷൻ V ആണ്. ഇത് നമുക്കറിയാം, ആർച്ചസില് ഹൊറിസോണ്ടൽ സപ്പോർട്ട് റിയാക്ഷൻ ഉള്ളിലോട്ടാണ്. അതായത് ആ ആർച്ചിന് ഒരു ബോ ഷേപ്പിലാണ് ആർച്ച് ഇരിക്കുന്നത്. ആ ഷേപ്പ് കിട്ടാൻ വേണ്ടി ഉള്ളിലോട്ടാണ് ആര് തള്ളിയിരിക്കുന്നത്? ഹൊറിസോണ്ടൽ സപ്പോർട്ട് റിയാക്ഷൻ. എന്നാൽ അത് കേബിളിൽ പുറത്തോട്ടാണ് നമുക്കറിയാം. ഇയാളെ ഞാൻ H എന്ന് കൊടുക്കുകയാണ്, HB ആണ്. ഇയാൾ H. നമുക്കറിയാം HA HBയും സെയിം ആണ്. കാര്യം എന്താണ്? ഇവർ രണ്ടുപേരും മാത്രമേ ഹൊറിസോണ്ടൽ ലോഡ് ആയിട്ടുള്ളൂ. വേറെ ഒരു എക്സ്റ്റേണൽ ഹൊറിസോണ്ടൽ ലോഡ് ഇല്ലാത്തതുകൊണ്ട് HA HBയും തുല്യമായിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ H. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഹൊറിസോണ്ടൽ ത്രസ്റ്റും വെർട്ടിക്കൽ സപ്പോർട്ട് റിയാക്ഷനും കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് സെക്ഷൻ എടുത്ത് അവിടെയുള്ള നോർമൽ ത്രസ്റ്റും റേഡിയൽ ഷിയർ. ഞാൻ കുറച്ച് സ്പീഡായിട്ട് പോവുകയാണ്. അപ്പം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മൊമെന്റ് അബൌട്ട് A0 കൊടുക്കാം. മൊമെന്റ് അബൌട്ട് A0 കൊടുക്കുമ്പോൾ എന്ത് വരും? VB കിട്ടും. എന്ത് കിട്ടും പറഞ്ഞേ? മൊമെന്റ് അബൌട്ട് A0 കൊടുക്കുമ്പോൾ എന്ത് വരും? മൊമെന്റ് അബൌട്ട് A0 കൊടുക്കുമ്പോൾ 75 കാരണമുള്ള മൊമെന്റ് എത്രയാണ്? 75 ഇൻറ്റു ഈ ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് എത്രയാ? ഇത് മൊത്തം 18 ആണ്. 18 12 പോയാൽ 6 ആണ്. സോ 75 ഇൻറ്റു 6 ക്ലോക്ക് വൈസ് ഉണ്ട്. ഇനി എല്ലാവരും നിങ്ങൾ എല്ലാവരും തെറ്റിക്കുന്ന ഒരു സ്ഥലമാണ് UDL. ആക്ച്വലി UDLന്റെ ലോഡ് A വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് വേണം. അപ്പൊ UDL ആദ്യം ലോഡായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ UDL എത്ര മീറ്ററിലേ ഉള്ളൂ? 18 മീറ്ററിലെ UDL ഉള്ളൂ. അപ്പൊ UDL ലോഡ് ആക്കുമ്പോൾ 18 ഇൻറ്റു 12 ആണ് UDL അല്ലേ? 12 ഇൻറ്റു 18 ആകുമ്പോൾ ഈ UDL ലോഡായി. ഇനി ഈ UDLന്റെ പകുതിയിലാണ് ഇയാൾ ആക്ട് ചെയ്യുന്നത്. അപ്പൊ UDLന്റെ പകുതി എത്രയാണോ? 18ന്റെ പകുതിയായ 9 ആണ്. പക്ഷെ നമുക്ക് വേണ്ടത് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്. ദാറ്റ് ഈസ് 9 പ്ലസ് ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 18. 18 പ്ലസ് 9 എത്രയാ? 27. ഓക്കെ, അപ്പൊ അതാണ് മൊമെന്റ്. അതായത് UDL ആക്ട് ചെയ്യുന്ന UDLന്റെ കറക്റ്റ് പകുതിയിലാണ്. UDL എത്ര മീറ്ററിലുണ്ട്? 18 മീറ്ററിലുണ്ട്. മൊത്തം 36. 18 മീറ്ററിൽ ആരുണ്ട്? UDL ഉണ്ട്. അപ്പൊ 12 ഇൻറ്റു 18 ചെയ്താൽ UDL ലോഡായിട്ട് മാറി. ഇനി ഈ UDL ഈ സ്പാനിന്റെ പകുതിയിലാണ്. ഈ സ്പാൻ എന്ന് പറഞ്ഞാൽ എത്രയുണ്ട്? 18 ഉണ്ട്. 18ന്റെ പകുതിയിലാണ് ഇത് ആക്ട് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് വേണ്ടത് Aയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഇതിന്റെ 18ന്റെ പകുതി ഇവിടെ 9 ആണ്. 9 പ്ലസ് ഇയാൾ എത്രയാ? 18. അപ്പൊ എത്ര വരും? 27. ഇനി മൈനസ് 36 ഇൻറ്റു VB. അപ്പൊ VBയുടെ വാല്യൂ നമുക്ക് കിട്ടും. VBയുടെ വാല്യൂ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. VBയുടെ വാല്യൂ കിട്ടും. ഓക്കെ, ആർക്കെങ്കിലും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറയാൻ പറ്റുമോ VBയുടെ വാല്യൂ? എനിവൺ ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരിക്കും. കാരണം പെട്ടെന്ന് കാൽക്കുലേറ്റർ ഇല്ലാത്തതുകൊണ്ടാണ് പറഞ്ഞതെന്നുള്ളൂ. VBയുടെ വാല്യൂ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? 174.5. ഓക്കെ, 74.5. 174.5. ഓക്കെ, ഇപ്പൊ 174.5 എന്ന് ഒരു സ്റ്റുഡന്റ് പറയാണ്. അപ്പൊ അത് കറക്റ്റ് ആയിരിക്കും. സപ്പോസ് ഇത് സിമെട്രിക് ആയിരുന്നെങ്കിൽ VAയുടെ വാല്യൂ ഇയാൾ തന്നെ ആയിരുന്നു. പക്ഷെ ഇത് സിമെട്രിക് അല്ല. പിന്നെ നമുക്ക് VA കണ്ടുപിടിക്കാൻ ഒന്നും ചെയ്യേണ്ട. വെർട്ടിക്കൽ ഫോഴ്സസിന്റെ സമ്മ് 0 കൊടുക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചു. വെർട്ടിക്കൽ ഫോഴ്സ് ആരുണ്ട്? VA മുകളിലോട്ടുണ്ട് അല്ലെ? VA മുകളിലോട്ടുണ്ട്, VB മുകളിലോട്ടുണ്ട്. താഴോട്ട് ആരുണ്ട്? 75 ഉണ്ട്. UDL കാരണമുള്ള ഫോഴ്സ് എന്താണ്? 12 ഇൻറ്റു ഇത്. ഈ 12 ആക്ട് ചെയ്യുന്ന സ്പാൻ എത്രയിലാണ്? 18ലാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും?
VA കിട്ടും. VA ഒന്ന് കണ്ടുപിടിച്ച് പറഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. ആർക്കെങ്കിലും പറയാമോ VA വാല്യൂ? VA വാല്യൂ പറയാൻ പറ്റുമോ? One 116.5. ഓക്കെ, താങ്ക് യു. അപ്പം VA യും VB നമുക്ക് കിട്ടി. ഇത്രയും സിമ്പിൾ ആണ് കേട്ടോ. VA യും VB കിട്ടി. നമുക്ക് വേണ്ടത് ഹൊറിസോണ്ടൽ ത്രസ്റ്റ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ സപ്പോർട്ട് റിയാക്ഷൻ. ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 3 ഹിഞ്ച് ആർച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഹിഞ്ച് എന്ന് പറയുന്നത് ക്രൗണിലാണ്. അപ്പം ആ പോയിന്റിന് എബോട്ടായിട്ട് മൊമെന്റ് എടുത്താലേ H വാല്യൂ കിട്ടത്തുള്ളൂ. അപ്പൊ ആ പോയിന്റിന് എബോട്ടായിട്ട് മൊമെന്റ് എടുത്ത് ഐദർ റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് കൊടുക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, റൈറ്റിൽ UDL ഉണ്ട്. അപ്പൊ ചില സ്റ്റുഡൻസിന് UDL ഉള്ളത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ മൊമെന്റ് അബൌട്ട് C0 കൊടുത്തിട്ട് ലെഫ്റ്റ് പോർഷൻ എടുത്താൽ മതി. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ലെഫ്റ്റ് എടുക്കാം അല്ലെങ്കിൽ റൈറ്റ് എടുക്കാം. ഞാനിപ്പോ ലെഫ്റ്റ് എടുക്കുകയാണ്. ഓക്കെ, ഇതായിരിക്കും കുറച്ച് പേർക്ക് എളുപ്പം. ഞാൻ VA VB ഡയറക്റ്റ്ലി എഴുതാണ്. ഓക്കെ, അപ്പൊ മൊമെന്റ് അബൌട്ട് C0 കൊടുത്തിട്ട് ഞാൻ ലെഫ്റ്റ് പോർഷൻ കൺസിഡർ ചെയ്യണേ. അപ്പൊ ലെഫ്റ്റിൽ മൊമെന്റ് എന്തൊക്കെ വരും പറഞ്ഞേ? ലെഫ്റ്റിലെ മൊമെന്റ് എന്തൊക്കെ വരും? ഈ VA കാരണം ഉണ്ടാകുന്ന മൊമെന്റ് ക്ലോക്ക് വൈസ് ആണ്. VA ഇൻറ്റു ദിസ് ഇസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 18 meters. ഇനി 75 കാരണം ഉള്ള മൊമെന്റ് എന്ന് പറഞ്ഞാൽ എബൌട്ട് C ആന്റി ക്ലോക്ക് വൈസ് ആണ് കറങ്ങുന്നത്. അപ്പം -75 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് 12 എന്ന ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സോ -75 ഇൻറ്റു 12. ഇനിയുള്ളത് ആര് മാത്രമാണ്? H കാരണമുള്ള മൊമെന്റ് ആണ്. H ഉള്ളിലോട്ടാണെന്ന് അറിയാം. അപ്പൊ H കറങ്ങുന്നത് എങ്ങനെയാണ്? എബൌട്ട് C ആന്റി ക്ലോക്ക് വൈസ് ആണ് കറങ്ങി വരുന്നത്. അപ്പൊ മൈനസ് വരെ -H ഇൻറ്റു വാട്ട്സ് എ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്? 9 ആണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. -9 ഇൻറ്റു, അപ്പൊ അതിൽ നിന്നും H കണ്ടുപിടിക്കാം. H എത്ര കിട്ടുമെന്ന് പറയാൻ പറ്റുമോ? Hന്റെ വാല്യൂ ആർക്കെങ്കിലും പറയാൻ പറ്റും? Anyone? -67, sir. 67 മൈനസ് വരൂ. മൈനസ് വരത്തില്ലല്ലോ, കാരണം നമ്മൾ സൈൻ എല്ലാം കറക്റ്റ് കൊടുത്താണ് എടുക്കുന്നത്. ഇയാള് മുകളിലോട്ടാണ്, ഇയാളെ 18, ഇയാള് മൈനസ് ആണ്, ഇയാള് ആന്റി ക്ലോക്ക് വൈസ് ആണ്. 116.5 ഇൻറ്റു എത്രയാണ്? സോറി, H ഇൻറ്റു ഇത് മൈനസ് ആണ്. ഈ രണ്ട് മൈനസും റൈറ്റിലോട്ട് പോവുകയല്ലേ? സോറി, ഇയാള് പ്ലസ് ഇയാള് മൈനസ് ആണ്. അപ്പൊ ഇത് പ്ലസ് വാല്യൂ തന്നെയാണ് കിട്ടുന്നത്. Hന്റെ വാല്യൂ പ്ലസ് കിട്ടും. +67. - 133 ആണ്. 133 ആണോ കിട്ടുന്നത്? ആ ഓക്കെ, ഇപ്പൊ രണ്ട് വാല്യൂ 133 ആണ്. അപ്പൊ ഇതാണ് ഫസ്റ്റ് പാർട്ട് കേട്ടോ. അപ്പൊ ഇതാണ് ഫസ്റ്റ് പാർട്ട്. ഇനി നമുക്ക് വേണ്ടത് റേഡിയൽ ഷിയറും നോർമൽ ത്രസ്റ്റും. അപ്പൊ റേഡിയൽ ഷിയറിനും നോർമൽ ത്രസ്റ്റിനും ഇക്വേഷൻസ് ഉണ്ട്. എന്താണ് ഇക്വേഷൻ? എന്തായിരുന്നു? H cos θ പ്ലസ് V sin θ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു.
റേഡിയലിന് വി എക്സ് കോസ് തീറ്റ മൈനസ് എച്ച് സൈൻ തീറ്റ. ഇല്ലല്ലോ, ഇവിടെ മൈനസ് അല്ലേ വരുന്നത്? തിരിച്ചല്ലേ നോർമല് തിരിച്ചല്ലേ വരുന്നത്? വി എക്സ് സൈൻ തീറ്റ പ്ലസ് എച്ച് കോസ് തീറ്റ. മൈനസ് മൈനസ്. റേഡിയലിന് മൈനസ് വരും. സൈൻ മാറിയിട്ടുണ്ട് മിസ്സേ. റേഡിയലിന്റെ വി പ്ലസ് ആണ് ഇക്വേഷൻ. നമ്മുടെ നോർമൽ ത്രസ്റ്റിന് പ്ലസും റേഡിയൽ ഷിയറിന് മൈനസും ആണ് വരുന്നത്. ഓക്കെ, കോസ് തീറ്റ അല്ല വരിക റേഡിയലിന് വി കോസ് പോസിറ്റീവ് നെഗറ്റീവ് വരാം. അല്ല റേഡിയലിന് വി കോസ് തീറ്റ മൈനസ് എച്ച് സൈൻ തീറ്റ. അപ്പൊ ഇവിടെ എച്ച് കോസ് തീറ്റ ആണോ? എനിക്ക് പെട്ടെന്ന് റേഡിയലാണ് നോർമൽ ത്രസ്റ്റ് അല്ല. നോർമൽ ത്രസ്റ്റിന് വി എക്സ് സൈൻ തീറ്റ പ്ലസ് എച്ച് കോസ് തീറ്റ നോർമൽ ത്രസ്റ്റിന്റെ. സൈൻ തീറ്റ ആണ് വരിക ഫസ്റ്റ്. മറ്റേന് വി എക്സ് കോസ് തീറ്റ മൈനസ് എച്ച് സൈൻ തീറ്റ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ. അപ്പൊ ഇനി ചെയ്യാൻ ഒന്നുമില്ല. നമുക്ക് ഇതിലെ വി വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സെക്ഷൻ എടുക്കുന്നോ ആ സെക്ഷനിലെ നെറ്റ് വെർട്ടിക്കൽ ഫോഴ്സ് ആണ്. ഓക്കെ, എച്ച് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ഇറ്റ്സെൽഫ്. തീറ്റ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ. ഇനി നമ്മുടെ സെക്ഷൻ ഇരിക്കുന്നത് എവിടെയാണ്? സെക്ഷൻ ഇരിക്കുന്നത് നമ്മുടെ റൈറ്റ് സപ്പോർട്ടിൽ നിന്നും എത്ര മീറ്റർ മാറിയായിരുന്നു? 9 മീറ്റർ. 9 മീറ്റർ മാറിയാണ് ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഫ്രീ ബോഡി ഡയഗ്രാം. ഇത് 12 ആണ് അല്ലെ? ഇത്രയും പോർഷനിൽ ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ ഫ്രീ ബോഡി ഡയഗ്രാം. അപ്പൊ ഇവിടുത്തെ വി വാല്യൂ എന്താണെന്ന് പറയാൻ പറ്റൂ? ഇപ്പൊ ചില കുട്ടികൾ കൺഫ്യൂഷൻ ആവാറുണ്ട്, ഡയറക്ട്ലി വി ബി വാല്യൂ എടുത്ത് വെക്കും. അങ്ങനെയല്ല, ഈ മുകളിലോട്ടുള്ള സപ്പോർട്ട് റിയാക്ഷന്റെയും താഴോട്ടുള്ള ലോഡിന്റെയും ഡിഫറൻസ് ആണ് വി വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, നമ്മുടെ സെക്ഷൻ ഇരിക്കുന്ന 9 മീറ്ററിലാണ്, പക്ഷെ യു ഡിയിൽ 18 മീറ്ററിലുണ്ട്. അപ്പൊ നമുക്ക് 9 മീറ്ററിലെ വാല്യൂ കിട്ടിയാൽ മതി. 9 മീറ്ററിലെ ഫോഴ്സ് എത്രയാണ്? വി ഈക്വൽ ടു, നിങ്ങൾ അതിന്റെ സൈൻ നോക്കേണ്ട, വിയുടെ വാല്യൂ മാത്രം കണ്ടുപിടിച്ചാൽ മതി. സോ 12 × 9. 12 × 9 താഴോട്ടുള്ളതുകൊണ്ട് ഞാൻ അതിനെ മൈനസ് കൊടുത്തു. മുകളിലോട്ട് ആരുണ്ട്? 174.5. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് വി. അല്ലാതെ ഈ വാല്യൂ മാത്രമല്ല വി എന്ന് പറയുന്നത്. സപ്പോസ് ഇവിടെ യു ഡിയിലിന് പകരം ഒരു പോയിന്റിലോട്ടായിരുന്നെങ്കിൽ അയാളെ മൈനസ് ഈ വാല്യൂ, ആ രണ്ടിന്റെ ഡിഫറൻസ് എടുക്കണമായിരുന്നു. ദാറ്റ് ഇസ് വി. കേട്ടോ, വി എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് റിയാക്ഷൻ അല്ല. ചില കേസിൽ സപ്പോർട്ട് റിയാക്ഷൻ മാത്രമേ കാണൂ. ഫോർ എക്സാമ്പിൾ, ഇവിടെ വേറെ ലോഡൊന്നും ഇല്ലെങ്കിൽ വി വാല്യൂ എന്ത് തന്നെയായിരിക്കും? സപ്പോർട്ട് റിയാക്ഷൻ ആയ ഈ വാല്യൂ തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ അത് കിട്ടി. ഇനി എച്ച് വാല്യൂ എന്താണ്? 133 തന്നെയാണ്. വി വാല്യൂ എന്ന് പറയാൻ പറ്റുമോ? വി വാല്യൂ എന്ന് പറഞ്ഞാൽ 174.5 മൈനസ് 12 × 9. ഓക്കെ, അപ്പൊ ഒന്ന് പെട്ടെന്ന് പറഞ്ഞാൽ കൊള്ളായിരിക്കും. 66.5. ഓക്കെ, 66.5. ഇനി നമുക്ക് ചെയ്യേണ്ടത് തീറ്റ വാല്യൂ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എന്നും ആറ് കണ്ടുപിടിക്കാം. തീറ്റ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? തീറ്റ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ടാൻ തീറ്റയിൽ നിന്നാണ് നമ്മൾ തീറ്റ കണ്ടുപിടിക്കുന്നത്. ടാൻ തീറ്റയ്ക്ക് മുന്നേ ആദ്യം വൈക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് ആർച്ചിലെ ഏതൊരു പോയിന്റ് എടുത്താലും അവിടെ ഉണ്ടാകുന്ന വെർട്ടിക്കൽ ഓർഡിനേറ്റ് ആണ് വൈ. വൈയുടെ ഇക്വേഷൻ എന്താണ്? 4 × h × x / L² × L - x. ഓക്കെ, അപ്പൊ നിങ്ങൾ പലരും തെറ്റിക്കുന്ന കാര്യം പലതവണ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ എക്സ് വാല്യൂ തന്നിട്ടുണ്ട് 9 മീറ്റർ ആണ്. പക്ഷേ നമ്മൾ
y കണ്ടുപിടിച്ചിട്ട് dy/dx ആണ് ടാൻ തീറ്റ. അപ്പൊ dy/dx കണ്ടുപിടിക്കുന്നത് വരെ എക്സിന്റെ വാല്യൂ 9 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാടില്ല. കാര്യം എന്താണ്? ഇവിടെ 9 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വൈയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ആദ്യം തന്നെ dy/dx കണ്ടുപിടിക്കുക. അപ്പൊ dy/dx എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ റൈസിന്റെ വാല്യൂ 9 ആണ് അല്ലെ? അപ്പൊ 4 × 9 × x എത്ര വരും? 36x. എല്ലിന്റെ വാല്യൂ എത്രയാണ്? 36ന്റെ സ്ക്വയർ. എല്ലിന്റെ വാല്യൂ അഗെയിൻ 36 ആണ്. എക്സിന്റെ വാല്യൂ അങ്ങനെ തന്നെ ഇട്ടേക്കാൻ കാര്യം എന്താണ്? വൈയിൽ നിന്ന് dy/dx ആണ് ടാൻ തീറ്റ. അപ്പൊ തീറ്റ കണ്ടുപിടിക്കണമെങ്കിൽ dy/dx അറിയണം. ഈ വൈയുടെ വാല്യൂയിൽ എക്സിന്റെ വാല്യൂ ഞാൻ 9 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പിന്നെ ഇതൊരു കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റിന് dy/dx കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ ഇതേ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പൊ എന്ത് വരും? y ഈക്വൽ ടു 36 × x ബൈ 36 സ്ക്വയർ × 36 എന്ത് വരും? 4 × h × x. അപ്പൊ ഈ കേസിൽ രണ്ടും കൂടെ ക്യാൻസൽ ആയിട്ട് x വരും മൈനസ് x സ്ക്വയർ ബൈ 36 ആണോ? 36 × x × 36 എന്ന് പറഞ്ഞാൽ 36ന്റെ സ്ക്വയർ ഡിവൈഡ് ബൈ 36 സ്ക്വയർ. അപ്പൊ x വരും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അപ്പൊ ഈ വാല്യൂ നമുക്ക് കിട്ടി. ഇനി നമുക്ക് dy/dx കണ്ടുപിടിക്കാം. dy/dx എന്ന് പറയുന്നത് എന്താണ്? എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. എക്സ് സ്ക്വയറിന്റേത് 2x ആണ്. അപ്പൊ എന്ത് വരും? 1 മൈനസ് എക്സ് ബൈ 18 എന്ന് പറഞ്ഞു വരും. അപ്പൊ ഇതാണ് dy/dx. dy/dx എന്തിനു തുല്യമാണ്? dy/dx എന്തിനു തുല്യമാണ്? ടാൻ തീറ്റയ്ക്ക് തുല്യമാണ്. dy/dx ഈക്വൽ ടു ടാൻ തീറ്റ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എക്സിന്റെ വാല്യൂ 9 എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇങ്ങനെ വേണം ചെയ്യാൻ, എന്നാലേ തീറ്റ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. പല കുട്ടികളും ഇവിടെ വെച്ച് എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, പിന്നെ നമുക്ക് dy/dx കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, തീറ്റ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. വെറുതെ നല്ല മാർക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ എല്ലാം കൊണ്ട് കളയും. ഓക്കെ, അപ്പം എക്സിന്റെ വാല്യൂ ഇവിടെ കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് എക്സിന്റെ വാല്യൂ 9 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ 1 മൈനസ് 9/18 എന്ന് പറയുന്നത് 0.5 കിട്ടും. അപ്പൊ ടാൻ തീറ്റയ്ക്ക് 0.5 കിട്ടും. ടാൻ തീറ്റയ്ക്ക് 0.5. അപ്പൊ തീറ്റയുടെ വാല്യൂ എന്ത് വരും? ടാൻ ഇൻവേഴ്സ് 0.5 എന്ത് വരും? തീറ്റയുടെ വാല്യൂ എന്ത് കിട്ടുമെന്ന് പറയാൻ പറ്റുമോ? ടാന് 0.5 വരുന്നത് ഏത് ആംഗിളിലാണെന്നൊന്ന് പറയാമോ? 26.56. ഓക്കെ, 26.56. അപ്പൊ തീറ്റ കിട്ടിക്കഴിഞ്ഞല്ലോ. തീറ്റ കിട്ടിക്കഴിഞ്ഞാൽ നോർമൽ ത്രസ്റ്റും റേഡിയൽ ഷിയറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ രണ്ട് വാല്യൂസ് കിട്ടും. ഓക്കെ, അപ്പൊ ചില ക്വസ്റ്റിൽ ആറിന്റെ വാല്യൂ മൈനസ് ഒക്കെ കിട്ടും. മൈനസ് എന്ന് പറഞ്ഞാൽ തീരെ ചെറിയ വാല്യൂ ആണ്. അപ്പൊ അത് കുഴപ്പമില്ല കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റിൽ ഇത്രയേ ചോദിച്ചിട്ടുള്ളൂ. ചിലപ്പോൾ ചോദിക്കും ഏതെങ്കിലും ഒരു സെക്ഷനിലെ ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കാൻ പറയും. ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഫോർ എക്സാമ്പിൾ ഇതാണ് നമ്മുടെ സെക്ഷൻ എന്നിരിക്കട്ടെ. ആ സെക്ഷനിലെ ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കാൻ പറയാണ്. എക്സിന്റെ വാല്യൂ 9 മീറ്റർ ആവുന്ന. അപ്പൊ നമുക്കിവിടെ VA VB വാല്യൂസ് ഒക്കെ ഉണ്ടല്ലോ. എന്ത് വരും? ഇത് 133 ആണ്, ഇത് 174.5 ആണ്. അപ്പൊ ഈ സെക്ഷനിലെ ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? ബെൻഡിങ് മൊമെന്റിന്റെ ഇക്വേഷൻ എന്താണ് അവിടുത്തെ? പറഞ്ഞേ. ബെൻഡിങ് മൊമെന്റിന്റെ ഇക്വേഷൻ എന്താണ് അവിടുത്തെ? 174.5 into 9 meters into E12 into 9 into 9/2 minus 133 into E ordinate y. Y ordinate നമുക്ക് അറിയാമോ? ഇല്ല. അപ്പൊ നമ്മൾ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ബെൻഡിങ് മൊമെന്റ് ആയി. അപ്പൊ ഞാൻ ഇക്വേഷൻ ഒന്ന് എഴുതാം. ഇയാളുടെ വാല്യൂ 12 kN/m ആണ്. അപ്പൊ ഇവിടുത്തെ ബെൻഡിങ് മൊമെന്റ് എന്താണ്? ഇത് ആന്റി ക്ലോക്ക് വൈസ് ആണ് കറങ്ങുന്നത്, ഇത് ഇങ്ങോട്ടാണ് കറങ്ങുന്നത്, അബൌട്ട് ദിസ് സെക്ഷൻ. അപ്പം മൈനസ് 174.5 ഇൻറ്റു ഡിസ്റ്റൻസ് എത്രയാണ്? 9 meters. ഇനി 133 എന്ന് പറഞ്ഞാലും അത് ക്ലോക്ക് വൈസ് ആണ് കറങ്ങുന്നത്. 133 ഇൻറ്റു y എന്ന് പറയുന്നത്, y അൺനോൺ ആയതുകൊണ്ട് ഞാൻ വേറെ ഒരു ഹൈലൈറ്റ് കൊടുക്കുകയാണ്. അപ്പൊ അത് പ്ലസ് ആണ്. അപ്പൊ ഇയാള് മൈനസ്, ഇയാൾ ഇങ്ങനെ കറങ്ങുന്നുണ്ട് പ്ലസ്. പിന്നെ ആരുണ്ട്? പ്ലസ് 12 ഇൻറ്റു ആക്ട് ചെയ്യുന്ന 9ലാണ് ഇൻറ്റു 9ന്റെ പകുതി. അപ്പൊ ഇവിടെ y കൂടെ കിട്ടിയാൽ മതി. y കിട്ടാൻ എന്ത് ചെയ്താൽ മതി? വൈയുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അവിടെ നമുക്ക് എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ വൈയുടെ ഇക്വേഷൻ എന്താണ്? y ഈക്വൽ ടു 4 ഇൻറ്റു h എത്രയാണ്? സെൻട്രൽ റൈസ് 9 ആണ്, ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് ഇയാളെ തന്നെയാണ് 9 മീറ്റർ ബൈ എൽ സ്ക്വയർ. എൽ എന്ന് പറഞ്ഞാൽ 36 ആണ്, ടോട്ടൽ ലെങ്ത് ആണ് 36 മൈനസ് എല്ലിന്റെ വാല്യൂ, എക്സിന്റെ വാല്യൂ 9. അപ്പൊ നമുക്കൊരു ന്യൂമറിക്കൽ വാല്യൂ കിട്ടും. ആ വാല്യൂ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വാല്യൂ കണ്ടുപിടിക്കാം. ദാറ്റ് ഇസ് ദ ബെൻഡിങ് മൊമെന്റ്. ഓക്കെ,
നമുക്ക് 2 പോർഷനാണ് റിമൈനിങ്. ILD ഉണ്ട്, കേബിൾ ഉണ്ട്. അതിൽ ഏത് വേണമെന്ന് പറഞ്ഞാൽ അതെടുക്കാം. 4th മോഡ്യൂളിൽ കേബിൾ മാത്രമേ ഉള്ളൂ. 5th മോഡ്യൂളിലാണ് ആർച്ചും ILD ഉള്ളത്. പക്ഷെ ILDയുടെ നിങ്ങൾ പഠിക്കുന്നില്ല എങ്കിൽ ILDയുടെ തിയറീസ് പഠിക്കണം. അത് പാർട്ട് എയിൽ ചോദിക്കും. അപ്പം അത് പഠിച്ചേ പറ്റൂ. നിങ്ങൾ ILD തീരെ പറ്റാത്ത സ്റ്റുഡൻസ് ഉണ്ട്, അവർക്ക് വേണമെങ്കിൽ വിടാം. പക്ഷെ ILDയുടെ തിയറി നിങ്ങൾ പഠിക്കണം. വാട്ട് ആർ ദ യൂസസ് ഓഫ് ILD. പിന്നെ ILD ഡിറൈവ് ചെയ്യാൻ ചോദിക്കും. പ്രോബ്ലം ആണ് നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടെങ്കിൽ ഡിറൈവ് ചെയ്യുന്ന പ്രോബ്ലംസ് ഉണ്ട്, അത് പഠിക്കണം. അപ്പോൾ ഇനി കേബിൾ പറയണോ ILD പറയണോ, നിങ്ങളുടെ ഇഷ്ടം ഏതാണെന്ന് വെച്ചാൽ പറയാം. ILD നിങ്ങൾ കരുതുന്ന പോലെയല്ല, ഭയങ്കര എളുപ്പമാണ്. നിങ്ങൾ ലാസ്റ്റ് സിലബസിൽ ലാസ്റ്റ് ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്കത് ബുദ്ധിമുട്ട്. നിങ്ങൾ എല്ലാ സ്റ്റുഡൻസിനും അതാണ്. അപ്പോൾ ILD ആണ് അഖിലേഷ് ചോദിച്ചിട്ടുള്ളത്. അഖിലേഷ് എൻ്റെ സ്റ്റുഡൻറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ആണോ അഖിലേഷ്? അഖിലേഷ് എൻ്റെ സ്റ്റുഡൻ്റ് ആണോ? എൻ്റെ സ്റ്റുഡൻറ്റ് അഖിലേഷ് ആണോ ഇത്? ഓക്കെ, അഖിലേഷ് ചിരിക്കുന്നുണ്ട്. അപ്പോൾ അഖിലേഷ് എൻ്റെ സ്റ്റുഡൻറ്റ് തന്നെ ആയിരിക്കും. ഓക്കെ, ILD പറയാം. ഓക്കെ, ശരി. അപ്പം ILD ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ ILD നമ്മൾ പഠിക്കേണ്ടത്, നിങ്ങൾ ഡെറിവേഷൻസ് നിങ്ങൾ പഠിച്ചേ പറ്റി. കുറച്ച് ഡെറിവേഷൻസ് ഉണ്ട്. ഞാൻ പ്രോബ്ലം പറയാം. പ്രോബ്ലം നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് പോസിബിലിറ്റി ഞാൻ പെട്ടെന്ന് പറയാം. ILDയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് ലോഡ് തന്നിരിക്കും, അഥവാ ട്രെയിൻ ഓഫ് ലോഡ്. കോൺസെൻട്രേറ്റഡ് ലോഡ് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ UDL ഉള്ള പ്രോബ്ലം കേട്ടോ. അപ്പോൾ കോൺസെൻട്രേറ്റഡ് ലോഡ് എന്ന് പറഞ്ഞാൽ ട്രെയിൻ ഓഫ് ലോഡാണ്. പല കുട്ടികളും സ്കിപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. പക്ഷെ അത് ഈസിയാണ്, പക്ഷെ കുറച്ച് ലെങ്തി ആയിട്ടാണ് പലരും ഇത് കളയുന്നത്. ഇനി UDL തന്നെ 2 കേസ് ഉണ്ട്. UDLന്റെ സ്പാന് ബ്രിഡ്ജിന്റെ സ്പാനിനെക്കാളും കൂടുതൽ. നമ്മൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ മതി. ഒരു ട്രെയിൻ പോകുന്ന ഒരു ബ്രിഡ്ജ്, അപ്പോൾ ട്രെയിനാണ് നമ്മുടെ UDL എന്ന് വിചാരിക്കും. ട്രെയിൻ പോകുന്ന ഒരു പാലം. അപ്പോൾ നമ്മുടെ UDL എന്ന് പറയുന്ന ട്രെയിനാണ്, പാലമാണ് നമ്മുടെ ബ്രിഡ്ജ്. അപ്പോൾ UDLന്റെ സ്പാൻ പാലത്തിന്റെ സ്പാനിനേക്കാളും കുറയുന്ന കേസുണ്ട്, കൂടുന്ന കേസുണ്ട്. അപ്പോൾ ഇതാണ് ബ്രിഡ്ജ് എന്ന് വിചാരിക്കും. അപ്പോൾ ബ്രിഡ്ജിൽ കൂടി ഇപ്പം ബ്രിഡ്ജിന്റെ ലെങ്ത് 120 മീറ്ററും ട്രെയിൻ അഥവാ UDLന്റെ ലെങ്ത് ചിലപ്പോൾ ഒരു 4 മീറ്ററും ആയിരിക്കും. അപ്പോൾ ഇത് ഏത് കേസാണ്? UDLന്റെ സ്പാൻ ബ്രിഡ്ജിന്റെ ലെങ്തിനേക്കാളും കുറവ് വരുന്നത്, അഥവാ ലെസ് വരുന്നത്. ഇനി മറ്റൊരു കേസ് പറഞ്ഞേ, നമ്മുടെ ബ്രിഡ്ജിന്റെ സ്പാൻ 120 ആണ്, ചിലപ്പോൾ ILDയുടെ സ്പാൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 180 ആയിരിക്കും. അതാണ് സെക്കൻഡ് കേസ്, ലാർജ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ 3 ടൈപ്പാണ് ചോദിക്കുന്നത് കേട്ടോ. ഇപ്പൊ ഈ 3 ടൈപ്പാണ് ചോദിക്കുന്നത്. അപ്പൊ ഇതില് ഭാഗ്യത്തിന് UDL ചോദിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. സോ ഞാൻ ആദ്യം UDL പറയാം. ഏത് പ്രോബ്ലം വന്നിരുന്നാലും ഏതെങ്കിലും ഒരു സെക്ഷൻ എബൌട്ട് ആയിട്ടുള്ള മാക്സിമം പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ഷിയറോ ബെൻഡിങ് മൊമെന്റേ ചോദിക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത് ഷിയർ ഫോഴ്സിന്റെ ILD എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. ഇതാണ്, ഏത് സെക്ഷനിലെയാണ് കണ്ടുപിടിക്കാൻ പറയുന്നത് ആ സെക്ഷനാണ് A. അപ്പൊ ആ സെക്ഷനിലെ ഈ വാല്യൂ -A/L. അപ്പൊ സെക്ഷന്റെ ലെങ്ത് ആണ് A. ലെഫ്റ്റിൽ നിന്നും A മീറ്റർ മാറിയാണ് സെക്ഷന്റെ ലെങ്ത്. ടോട്ടൽ ബ്രിഡ്ജിന്റെ സ്പാനാണ് L. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ -A/L, റൈറ്റ് സൈഡിൽ 1 -A/L ആണ് ഓർഡിനേറ്റ്. അപ്പൊ ഇതാണ് ILD ഫോർ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇങ്ങനെ വേണം ചെയ്യാൻ. ഇനി ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ എന്തായിരിക്കും? A എന്ന് പറഞ്ഞൊരു സെക്ഷനിലാണെങ്കിൽ അവിടുത്തെ ബെൻഡിങ് മൊമെന്റിന്റെ ILD ഓർഡിനേറ്റ് എന്ന് പറയുന്നത് A × 1 - A/L. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ചേക്ക് പ്രോബ്ലം ചെയ്യാൻ. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം UDLന്റെ 2 കേസാണ്. UDL എന്തൊക്കെയുണ്ട്? ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ UDLന്റെ സ്പാന് നമ്മുടെ ബ്രിഡ്ജിന്റെ സ്പാനിനേക്കാളും കൂടുതലായി. അത് ഭയങ്കര ഈസിയാണ്, നിങ്ങൾ കരുതുന്ന പോലെയല്ല. അപ്പൊ UDLന്റെ സ്പാന് നമ്മുടെ ബ്രിഡ്ജിന്റെ സ്പാനിനേക്കാളും കൂടുതലാണെങ്കിൽ എങ്ങനെ വെച്ചാൽ മാക്സിമം പോസിറ്റീവ് ഷിയറും നെഗറ്റീവ് ഷിയറും കിട്ടും, മാക്സിമം ബെൻഡിങ് മൊമെന്റ് കിട്ടുമെന്ന് നോക്കാം. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കണേ. അപ്പൊ ഞാൻ പറയണേ, UDLന്റെ സ്പാന് ബ്രിഡ്ജിന്റെ സ്പാനിനേക്കാളും കൂടുതലായി. നിങ്ങളൊന്ന് ചിന്തിച്ചേ. ഇപ്പൊ UDLന്റെ സ്പാന് ബ്രിഡ്ജിന്റെ സ്പാനിനേക്കാളും കൂടുതലാണെങ്കിൽ ആദ്യം അവർ ചോദിക്കുന്ന മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാനാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതൊന്നുമില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. പോസിറ്റീവ് ഷിയർ ആണ് ചോദിക്കുന്നെങ്കിൽ പോസിറ്റീവ്, അതായത് ഷിയർ ഫോഴ്സിന്റെ പോസിറ്റീവ് ഏരിയ ഇതാണ്. അപ്പൊ ഈ പോസിറ്റീവ് ഏരിയ കംപ്ലീറ്റ് കവർ ചെയ്യത്തക്ക രീതിയിൽ എന്ത് വെക്കണം? UDL വെക്കണം. അപ്പം കുറച്ച് ഭാഗം ബ്രിഡ്ജിന്റെ പുറത്ത് പോയിന്ന് വരാം, സ്വാഭാവികം.
ഓക്കെ, അത് പ്രശ്നമില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത്? യു ഡി എല്ലിന്റെ സ്പാന് ബ്രിഡ്ജിന്റെ സ്പാനിനേക്കാളും കൂടുതലായിട്ടുള്ള കേസ് ആണെങ്കിൽ മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? ആദ്യം ഷിയർ ഫോഴ്സിന്റെ ILD ഇങ്ങനെ പ്ലോട്ട് ചെയ്യാം. എന്നിട്ട് പോസിറ്റീവ് ഏരിയ ഓഫ് ദ ഷിയർ ഇതാണ് കേട്ടോ. അപ്പൊ പോസിറ്റീവ് ഏരിയ കംപ്ലീറ്റ് കവർ ചെയ്യത്തക്ക രീതിയിൽ യു ഡി എൽ വെക്കാം. ഓക്കെ ആണോ? ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, യു ഡി എൽ വന്നാൽ നമ്മുടെ ട്രയാങ്കിളിന്റെ ഏരിയയുടെ കൂടെ യു ഡി എല്ലിന്റെ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ ഇത് 12 kN/m ആണ്, ഇയാള് 6 മീറ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടുത്തെ മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ് എന്താണ്? പോസിറ്റീവ് ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ ട്രയാങ്കിളിന്റെ ഏരിയ ഇൻറ്റു ഈ യു ഡി എൽ ചെയ്താൽ മതി. ട്രയാങ്കിളിന്റെ ഏരിയ എന്താണ്? ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് അല്ലേ? അപ്പൊ ഈ വാല്യൂ നമുക്ക് അറിയായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇതൊരു 0.6 ആണെന്ന് ഇരിക്കട്ടെ. ഫോർ എക്സാമ്പിൾ 1 - a/L കണ്ടുപിടിച്ചപ്പോ 0.6 കിട്ടി. അപ്പൊ ഇത് -0.4 ആയിരിക്കും. -0.4 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്താണ് ഏരിയ? ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ 6 ആണ്, എച്ച് എന്ന് പറഞ്ഞാൽ ഓർഡിനേറ്റ് ആണ് 0.6. അപ്പൊ ഇതിന്റെ കൂടെ നമ്മുടെ യു ഡി എൽ മൾട്ടിപ്ലൈ ചെയ്താൽ മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ് kN കിട്ടും. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ചെയ്യേണ്ടത്? ഇതേപോലെ നെഗറ്റീവ് ഷിയർ ഫോഴ്സ് ലെഫ്റ്റ് സൈഡ് ആണ്. അപ്പം ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ്ലി കവർ ചെയ്തൊക്കെ രീതിയിൽ എന്ത് വെക്കണം? യു ഡി എൽ കൊണ്ട് പ്ലേസ് ചെയ്താൽ മതി. മനസ്സിലായോ? ഇനി എങ്ങനെയാ കണ്ടുപിടിക്കേണ്ട ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഏരിയ അല്ലേ, ഈ ഏരിയയുടെ മുകളിലാണ് യു ഡി എൽ. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ ഏരിയ ഇൻറ്റു ലോഡ് ചെയ്താൽ എന്ത് കിട്ടും? മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ് കിട്ടും. അപ്പൊ ഇയാളുടെ ഏരിയ എന്ന് പറഞ്ഞാൽ മൈനസ് ആണല്ലേ, ഇയാള് മൈനസ് ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു ഈ ഓർഡിനേറ്റ് 0.6 ആണ്. സോറി, ഈ ഓർഡിനേറ്റ് -0.4, ഈ ഓർഡിനേറ്റ് ഫോർ എക്സാമ്പിൾ ഒരു 4 ആണെന്ന് വിചാരിക്കും. 4 ആണെങ്കിൽ ഇത് 4. അപ്പൊ ഇതിന്റെ ഏരിയ ആയി ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു വെച്ചാൽ ഇൻറ്റു ഓർഡിനേറ്റ് ഈ യു ഡി എല്ലിന്റെ ഏരിയ, സോറി യു ഡി എല്ലിന്റെ വാല്യൂ കൊടുത്താൽ എന്ത് കിട്ടും? മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ്. ഇത്രയും സിമ്പിൾ ആണ്. ഇനി നമുക്ക് നേരെ പോവേണ്ടത് ബെൻഡിങ് മൊമെന്റിലോട്ടാണ്. ഫോർ എക്സാമ്പിൾ ഈ വാല്യൂ 0.5 ആണെന്ന് വിചാരിച്ചോ, ഈ വാല്യൂ 0.5. അപ്പോ യു ഡി എല്ലിന്റെ സ്പാന് ബീമിന്റെ സ്പാനിനേക്കാളും കൂടുതലുള്ള കേസിൽ എങ്ങനെ യു ഡി എൽ വെച്ചാൽ മാക്സിമം ബെൻഡിങ് മൊമെന്റ് ആ സെക്ഷനിൽ കിട്ടുമെന്ന് വെച്ചാൽ ഒന്നും നോക്കണ്ട, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, അതായത് ഇത്രയും, അതായത് ടോട്ടൽ സ്പാൻ കവർ ചെയ്തൊക്കെ രീതിയിൽ എന്ത് വെക്കണം? അങ്ങനെ വെക്കണം. ഇങ്ങനെ വെച്ചാൽ മതി. അതായത് നമ്മൾ എങ്ങനെ വെച്ചാലും ഈ ബീം കംപ്ലീറ്റ്ലി കവർ ചെയ്യണം, അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഈ രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയ കൊണ്ട് ഏരിയ ആഡ് ചെയ്തിട്ട് അയാൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? അപ്പം ഇയാൾക്ക് ഒരു ഓർഡിനേറ്റ് കിട്ടില്ല. ഫോർ എക്സാമ്പിൾ ഇത് 5, ഇത് 5 ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ ഏരിയ എന്താണ്? ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു 0.5 ഇൻറ്റു ഓർഡിനേറ്റ് പ്ലസ് അഗെയിൻ ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു 0.5 ഇൻറ്റു ചെയ്താൽ ടോട്ടൽ ബെൻഡിങ് മൊമെന്റ് കിട്ടും. ഇത്രയേ ഉള്ളൂ. ഇതാണ് യു ഡി എല്ലിന്റെ സ്പാൻ ഗ്രേറ്റർ ദാൻ ബീമിന്റെ സ്പാൻ വന്നാലുള്ള കേസ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി രണ്ടാമതൊരു കേസ് ഉണ്ട്. എന്താണ്? യു ഡി എല്ലിന്റെ സ്പാൻ ലെസ് ദാൻ എന്താണ്? സ്പാൻ ഓഫ് ദ ബ്രിഡ്ജ്. അതായത് ബ്രിഡ്ജിന്റെ, അതായത് ഇങ്ങനെയാണ്, അതായത് ബ്രിഡ്ജ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ബ്രിഡ്ജിന്റെ സ്പാൻ എത്രയാണ്, പക്ഷെ യു ഡി എല്ലിന്റെ സ്പാൻ ഇത്രയേ ഉള്ളൂ. ആ കേസിൽ ഈ യു ഡി എല്ലിനെ എങ്ങനെ വെച്ചാൽ മാക്സിമം എന്ത് കിട്ടും? ബെൻഡിങ് മൊമെന്റ് കിട്ടും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ അത് ബെൻഡിങ് മൊമെന്റ് കൂടുതൽ ചോദിക്കാറുള്ളൂ. അപ്പൊ എന്താ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം തന്നെ ബെൻഡിങ് മൊമെന്റിന്റെ ILD വരയ്ക്കുക. ബെൻഡിങ് മൊമെന്റ് ILD നമുക്ക് ഏതെങ്കിലും ഒരു സെക്ഷന് കൺസിഡർ ചെയ്തായിരിക്കും തന്നിരിക്കുന്നത് അല്ലേ. ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്സാമ്പിൾ പറയാണ്. കറക്റ്റ് സെന്ററിലാണ് ചോദിച്ചേക്കുന്നത് വെച്ചാൽ കറക്റ്റ് സെന്ററിൽ ഒരു സെക്ഷൻ സി എടുത്താൽ അവിടെ ഉണ്ടാവുന്ന കറസ്പോണ്ടിങ് ILD ആണ് വരയ്ക്കേണ്ടത്, ബെൻഡിങ് മൊമെന്റിന്റെ ILD എന്ന് വിചാരിക്കുക. അപ്പം ഇതാണ് അതിന്റെ ഓർഡിനേറ്റ് എന്ന് വിചാരിക്കുക. ILDയുടെ ഓർഡിനേറ്റ് 0.5 ആണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ വെച്ചാൽ ഈ ആ സെക്ഷന് കറസ്പോണ്ടിങ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് കിട്ടും. അപ്പൊ നിങ്ങൾ അറിയേണ്ട ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ് കണ്ടീഷൻ എന്ന് വെച്ചാൽ യു ഡി എല്ലിന്റെ ലെങ്ത് ഈ സ്പാനേക്കാളും കുറവാണ്. അപ്പോൾ യു ഡി എൽ നമ്മൾ എങ്ങനെ പ്ലേസ് ചെയ്യണം? ഇയാളെ ഞാൻ A B എന്ന് നൊട്ടേറ്റ് ചെയ്യാണ്, ഇയാളെ ക്യാപിറ്റൽ A ക്യാപിറ്റൽ B. ഓക്കെ ആണോ? അപ്പൊ എങ്ങനെ വെച്ചാൽ മനസ്സിലാക്കുന്ന വെച്ചാൽ സ്മോൾ AB ബൈ
നോക്കിക്കേ, അതായത് സ്മോൾ എ ബി ബൈ ക്യാപിറ്റൽ എ ബി ഇസ് ഈക്വൽ ടു, ഞാൻ ഇയാളെ എ സി എന്ന് പറയണേ. അപ്പം എ സി ഡിവൈഡഡ് ബൈ സ്മോൾ എ ബി ബൈ ക്യാപിറ്റൽ എ ബി ഇസ് ഈക്വൽ ടു എ സി ബൈ ക്യാപിറ്റൽ എ. ഇതാണ് ഇക്വേഷൻ, സോറി ഇതാണ് കണ്ടീഷൻ. എന്താണ് കണ്ടീഷൻ എന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. സ്മോൾ എ ബി എന്ന് പറഞ്ഞാൽ യു ഡി എല്ലിന്റെ സ്പാൻ, യു ഡി എല്ലിന്റെ സ്പാൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ ബ്രിഡ്ജിന്റെ സ്പാൻ ഇസ് ഈക്വൽ ടു ലെഫ്റ്റ് സൈഡുള്ള യു ഡി എല്ലിന്റെ ലെങ്ത് എ സി ആണ്, പിന്നെ എന്താണ് ലെഫ്റ്റ് സൈഡുള്ള ഈ ഒരു സ്പാന്റെ ലെങ്ത് ക്യാപിറ്റൽ എ സി ആണ്. അപ്പൊ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് എന്ത് കിട്ടും? സ്മോൾ എ സിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പൊ എത്ര ഡിസ്റ്റൻസ്, അത് സെന്ററിൽ നിന്നും കറക്റ്റ് എത്ര ഡിസ്റ്റൻസ് ആണ് എ സി മാറിയെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ ആ രീതിയിൽ പ്ലേസ് ചെയ്യണം. അപ്പൊ എങ്ങനെ പ്ലേസ് ചെയ്യണം? യു ഡി എല്ലിനെ ഇങ്ങനെ പ്ലേസ് ചെയ്യണം. ഇവിടുത്തെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് എന്ന് വെച്ചാൽ ഈ ലോഡ് ഇൻറ്റു ഇത്രയും ഏരിയ പ്ലസ് ഈ ലോഡ് ഇൻറ്റു ഇത്രയും ഏരിയ. അത് ചെയ്താൽ എന്ത് കിട്ടും? മാക്സിമം ബെൻഡിങ് മൊമെന്റ് കറസ്പോണ്ടിങ് ടു ദാറ്റ് ഡിസ്റ്റൻസ് കിട്ടും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇപ്പം ഒരുപാട് സ്റ്റുഡൻസ് ILD സ്കിപ്പ് ചെയ്യുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ നിങ്ങൾ കുറച്ച് ഇതുപോലെ നമ്മൾ കുറച്ച് മുന്നേ പഠിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നതെങ്കിൽ അത് നിങ്ങൾ വിട്ടുകളയാതിരിക്കുക. നിങ്ങൾക്ക് വേറെ ഓപ്ഷനിലേക്ക് അത് കളയുക, നിങ്ങൾ ആർച്ച് ചെയ്താൽ മതി, പ്രശ്നമൊന്നുമില്ല. നിങ്ങളത് ചെയ്തു, പക്ഷെ അതിന്റെ തിയറീസ് എങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് ആർച്ച് തീരെ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ മാത്രം ILDയിലോട്ട് പോവുക. ഇപ്പം സ്ലോപ്പ് ഡിഫ്ലക്ഷൻ എളുപ്പം, സ്ലോപ്പ് ഡിഫ്ലക്ഷനും മൊമെന്റ് ഡിസ്ട്രിബ്യൂഷനും മിക്ക സ്റ്റുഡൻസിനും അറിയാം എന്നത് കൊണ്ടാണ് ഞാനത് പറയാത്തത്. കാരണം നമ്മൾ എല്ലാ മോഡ്യൂളും പറഞ്ഞുകൊണ്ടിരുന്ന 1 മണിക്കൂറിൽ തീരത്തില്ല. ഇപ്പൊ തന്നെ കുറച്ച് കൂടിയിട്ടുണ്ട്. നമ്മൾ 8:15 8:30 സ്റ്റാർട്ട് ചെയ്തത്. അപ്പം മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ മാക്സിമം കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാനിങ്ങനെ ഗ്രൂപ്പിൽ ഇടണോ? ഹൃദ്യ സെപ്പറേറ്റ് ഗ്രൂപ്പ് എന്തെങ്കിലും ഉണ്ടോ ഇതിന് സ്റ്റുഡൻസിന്? ഇല്ല മിസ്, ഗ്രൂപ്പ് അങ്ങനെ ആയിട്ടില്ല. നമ്മള് കോമൺ ആയിട്ടേ ഉള്ളൂ. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ നോട്ട്സ് ഞാനൊന്ന് ഷെയർ ചെയ്യാം ചാറ്റിലല്ലേ. ഒരു സെക്കൻഡ്. നിങ്ങൾക്ക് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കണോ അതോ ഇത് ഞാൻ ചാറ്റിലിടണോ? ഇത് ഷെയറിങ് ഓപ്ഷൻ. ഓക്കെ, ഒരു സെക്കൻഡ്. ഇതിൽ ഷെയർ ഉണ്ട്. ഷെയർ ഞാൻ